الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. ഖുർആനോടുള്ള ഹക്കുകൾ നമ്മൾ മുമ്പ് കുറേ ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹിനോടുള്ള ഹക്ക് ഇത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇത്ര 10 ഖുർആനോടുള്ള ഹക്ക് ഇത്ര, മോമിനിയങ്ങളോടുള്ള ഹക്ക് ഇത്ര എന്നിട്ട് ഇങ്ങനെ എണ്ണീറ്റ് എല്ലാം നമുക്ക് ക്ലിയറാക്കി. അപ്പോൾ ഖുർആനോടുള്ള 7 ഹക്കിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇത് തദബ്ബുറുൽ ഖുർആൻ എന്നുള്ളത്. അതിൻ്റെ മാന ആലോചിക്കല്, ഇതെന്താണ് ഏതെന്ന്. തദബ്ബുറിന് ഒരുപാട് മറാത്തിബുകളുണ്ട്. അത് ഗസാലി ഇമാമൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തദബ്ബുറിന് കുറേ ഒന്നുമില്ല, അങ്ങനെ ലോകത്തെ മാനയിൽ ഇതെന്താണ്, ഇത് അല്ലാഹു തആല കുറ്റം ചെയ്ത ആളെ പേടിപ്പിക്കുകയാണോ അല്ല ഹസനത്ത് ചെയ്ത ആളെ സന്തോഷിപ്പിക്കുകയാണോ എന്നുള്ള പരിപാടി മുതൽ തുടങ്ങും. ചിലക്കെന്താക്കും ആ വ്യാഖ്യാനിക്കുന്ന ആ തദബ്ബുർ എത്തി എന്താക്കും ലോകത്തിനെ തൊട്ടെന്നെ കായിമ്പായിട്ട് ഖിയാമത്ത് പറയും. ഖിയാമത്ത് നാളിൻ്റെ മുറ്റത്തായിരിക്കും ഓറുണ്ടാകുക. ആ ഷുഹൂദിൻ്റെ അതാണ് പറഞ്ഞത് അല്ല ആറ്റ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എൻ്റെ ഖുർആനിനെ അവർ ഒന്ന് തദബ്ബുർ ചെയ്തൂടെ? അത് യതഅമ്മലൂന ഫീ മആനിഹി, അതിൻ്റെ മായനയിൽ ആടത്ത് ചിന്തിക്കുക. വയതബസ്സറൂന മാ ഫീഹി, എന്നിട്ടോ അതിലുള്ള കാര്യങ്ങളെ നല്ല ബസീറത്തോടു കൂടി ഗ്രഹിക്കുക. എന്നിട്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളതിന് ഒരു എന്താണ് കഥയെ പറയുന്നത്. ഏത് വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി എന്ന് പറഞ്ഞാൽ നമ്മളെ പറയുന്ന മുഖദ്ദമാണ്. താലിയത ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ എന്ന താലി. അപ്പം മുഖദ്ദമ സുബൂത്തായ താലി സുബൂത്താവും, താലി നഫി ചെയ്യപ്പെട്ട മുഖദ്ദമ പോകും. അങ്ങനെയാണല്ലോ നിയമം. സൂര്യൻ ഉദിച്ചാൽ പകലുണ്ടാവും, ഇവിടെ വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ സൂര്യനില്ലാന്ന് വരും. അങ്ങനെയാണല്ലേ എൻ്റെ ബന്ധം ഉണ്ടാവില്ലേ? അപ്പം വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി, അല്ലാഹു തആല അല്ലാത്ത ഒരുത്തൻ്റെ പക്കൽ നിന്നാണ് ഈ ഖുർആൻ ആയിരുന്നുവെങ്കിൽ അല്ലേ എന്താ ഉണ്ടാകല്? ഇതിൽ ധാരാളം ഇഖ്തിലാഫ് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സ്ഥാപിക്കൽ? എങ്ങനെയാ? ഇഖ്തിലാഫ് ഇല്ല. ആകെ അടി മുതൽ മുടി വരെ പരിശോധിച്ചാൽ ഇഖ്തിലാഫ് ഇല്ല എന്ന് പറയുമ്പോൾ താലി പോയപ്പോൾ ഗൈരില്ലാഹിൻ്റെ വക്കൽ നിന്ന് ആബുക എന്നത് പോയി. അപ്പം പിന്നെ എന്തായിരിക്കും? അല്ലാതെ വക്കൽ നിന്ന്. അതേപ്പോൾ ഈ പഠനത്തിൽ ബയാനും മാനിയും മന്ദിക്കും എല്ലാം നടക്കട്ടെ. അവിടെ അങ്ങനെ കിതാബിൽ അവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പം പരതുമ്പോൾ അന്ന് പറഞ്ഞാന്ന് വലിയ മനസ്സിലാക്കല്ല. വലൗകാന, ഈ ഖുർആൻ ആയിരുന്നുവെങ്കിൽ മിൻ ഇൻദി ഗൈരില്ലാഹി, അല്ലാഹു തആല അല്ലാത്ത ഒരാളെ വക്കൽ നിന്ന് ഒരുത്തൻ്റെ വക്കൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ ഇഖ്തിലാഫിൻ്റെ പടയായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരൊറ്റ ഇഖ്തിലാഫ് അവിടെ ഉണ്ടാവില്ല, ഖുർആനിലില്ല. ഉണ്ടെന്ന് തോന്നുന്നാക്കതിനെ മറുപടി അറിയിച്ചാൽ അതാ വലൗകാന മിൻ കലാമിൽ ബഷർ. അപ്പോൾ ഗൈരില്ലാഹി ആകുമ്പോൾ ബഷറിൻ്റെ കലാമല്ല ഉണ്ട്. ബഷറിൻ്റെ അപ്പോൾ ഗൈർ എന്നുള്ളത് ആണെന്ന് ബഷർ ആണോന്നില്ല. പക്ഷേ ഇവർ ചർച്ചാ വിഷയം അവിടെന്ന് ഈ ഇസ്ലാം ഈ ഖുർആനെ നിഷേധിക്കുന്ന കൂട്ടർ പറയുന്നത് ബഷറിൻ്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ടത് പറയുന്നത്. എന്നാണ് മൃഗത്തിൻ്റെ കലാഭാരം പറഞ്ഞാണില്ലല്ലോ. ഗൈരി എന്ന് പറഞ്ഞതിൽ ബഷറും പെട്ട് മലായിക്കത്തും പെട്ട് ജിന്നും പെട്ട് ഇനി വല്ല ബഹായിമുണ്ടെങ്കിൽ അതും പെട്ട് എല്ലാം പെടുമല്ലോ. അപ്പം പിന്നെ നിങ്ങൾ ബഷർ എന്ന് മാത്രം പറഞ്ഞത്? നമ്മളിവർ ചർച്ച ചെയ്തത് ബഷറിൻ്റെ കലാമാണെന്നാണ് പറയുന്നത്. അത്രയല്ലേ പറയണ്ടുള്ളൂ.
മൃഗത്തിൻ്റെ കലാമാന്ന് പറഞ്ഞാളില്ലല്ലോ. അതാ വലൗകാന മിൻ കലാമിൽ ബഷർ, അതാ കമാ സാമൽ കുഫാർ അങ്ങനെയാ വാദിച്ചത്. ല വജദു, അവർക്ക് എത്തിക്കുമായിരുന്നു എവിടെയില്ലേ, ഫീഹി ഖുർആനിൽ ഇഖ്തിലാഫുൻ കസീറൻ എത്തിക്കും. എന്നാൽ ഇഖ്തിലാഫുൻ കസീർ മിൻ തനാഖുലിൽ മാന പരസ്പരം ഒന്ന് പറയുമ്പോൾ ഒന്ന് ഉടയുന്നു, മറ്റേ പറയുമ്പോൾ ഇപ്പം തുടങ്ങി തനാഖുലും വൈരുദ്ധ്യം. വതഫാവുത്തിൻ നദ്മി, അതുപോലെ അതിൻ്റെ ലഫ്ദിൻ്റെ കോർവയുടെ ഏറ്റ വ്യത്യാസങ്ങൾ. എന്നിട്ടോ വകാന ബഅലുഹു ഫസീഹൻ വബഅലുഹു റഖീഖൻ, ചില നദ്മുണ്ടല്ലോ അത് നല്ല ഫസീഹാവും, മറ്റതോ ഫസഹത്തില്ലാത്ത കെട്ടിക്കൊടുക്കുന്നതാകും. അപ്പം അങ്ങനൊന്നും ആയിട്ടില്ല. വമുവാഫഖത്തുൽ അഖലി ലിബഅദി അഹ്കാമിഹി, ചില അഹ്കാമിനോട് അഖല് യോജിക്കുന്നത് ദൂനബഅദൻ ചിലതിനോട് യോജിക്കുന്നില്ല എന്ന് വരും. ആ ഇഖ്തിലാഫിൻ്റെ രൂപങ്ങളാണ് പറയുന്നത്. അത് ഇല്ല എന്നെങ്ങനെ കിട്ടി? അലാമാ ദല്ല അലൈഹിൽ ഇസ്തിഖ്റാർ, അതിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ പരിശോധിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതാ ഇസ്തിഖ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ തനാഖുദ് വരുന്നത്? നുഖ്സാനുൽ ഖുവ്വത്തിൽ ബശരിയ, മനുഷ്യൻ്റെ കഴിവുകൾക്ക് നുഖ്സാനുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ കാരണം മനസ്സിലാവില്ല. തനാഖുദിൻ്റെ കോല പറഞ്ഞത് മാനയി തനാഖുദ്, ഒരു മാന സുബൂത്താക്കുമ്പോൾ മറ്റൊരു മാന വാത്തിലാകുന്നു. മട്ടൽമ ചവിട്ടിയാണൊക്കെ എന്ന് പണ്ട് പറയുന്നുണ്ട്, ഇത്തല ചവിട്ടി അത്തല പൊന്തും, അത്തല ചവിട്ടി ഇത്തല പൊന്തും. അതുപോലെ നദമിന് വ്യത്യാസം, ചിലത് ഫസീഹായ കലാമാകുക, മറ്റൊന്നോ ഫസീഹല്ല ഉണ്ടാകുക. ചിലതോ അക്കലിനോട് യോജിക്കും, ചിലത് അക്കലിനോട് യോജിക്കുന്നില്ല. ഇനി വഹൽ യജൂസു, ഇനി ഒരു ചോദ്യം, വഹൽ യജൂസു അൻ യുഖാല ബഅദു കലാമില്ലാഹി അബ്ലഗു മിൻ ബഅദിൻ എന്നൊരു ചോദ്യം. അല്ലാഹുവിൻ്റെ കലാം ഉദ്ദേശിക്കുന്നത് ഖുർആൻ്റെ നിലമ്, അത് ചിലത് അബുലകാക, ഏറ്റവും നല്ല ബലാഗത്തുള്ളത്, ചിലതോ കുറയാ ബാധനാക്കാണ്. അങ്ങനെ ആകുമോ? ഖാലൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത്കാനിൽ പറഞ്ഞു, ഇത്മാല ഉലൂമുൽ ഖുർആനാണ്, 65 ബാബുണ്ടാകും ഖുർആൻ സംബന്ധിച്ചുള്ള ഉലൂമുൽ ഖുർആനിൻ്റെ. എന്നുവെച്ചാൽ ഖുർആനിലുള്ള ഇൽമല്ല, ഖുർആൻ എന്താണെന്ന് പരിചയപ്പെടുത്തും. അത് അതിന് മുമ്പുള്ള നൂറുകണക്കിന് കിതാബുകൾ പരിശോധിച്ചിട്ട് എല്ലാം ഇതാക്കി അധികപ്പറ്റുള്ള എല്ലാം കളഞ്ഞ് പോരാത്തത് ചേർത്തിട്ടെല്ലാം കൂടെ മൂപ്പറ് ഇതിൻ്റെ അർത്ഥം പോലെ തന്നെ ഇത്തിക്കാൻ തന്നെയാണ്. 65 ബാബുണ്ടാവും. പഴയകാലത്ത് ദർശനെല്ലാം അത്യാവശ്യം ഓതുന്ന സാധനം അണ്ട. അത് അങ്ങനത്തെ സ്ഥലത്തേ ഉള്ളൂ. ഇപ്പം ലേഖനം വായിക്കലാണ്. എന്താ പറഞ്ഞത്? ജവ്വതഹു കൗമുൻ, ഒരു കൗമ് അത് ജായിസാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ട ചിലത് അബലകാണ്, ചിലത് അബലകല്ല. എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസു ഒരു നെതിരിയും അവറ ചിന്ത വളരെ കാസറായതുകൊണ്ട് അവരുടെ ബുദ്ധി എത്തിയിട്ടില്ല. അതുകൊണ്ട് ഫയംബഗി അൻ യഅലമ മഅന ഖൗലിൽ ഖായിൽ, അൻ യഅലമ മഅന ഖൗലിൽ ഖായിൽ ഹാദൽ കലാമു അബ്ലഗു മിൻ ഹാദൽ കലാം എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ, ഈ കലാമ് ഇന്ന കലാമിനേക്കാണ് അബ്ലഗ് താരതമ്യം ചെയ്ത് ആരും കാര്യമായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാന എന്താന്ന്? വഅന്ന ഹാദാ ഫീ മൗളിഇഹി ലഹു ഹുസ്നുൻ വലതുഫുൻ വബലാഗത്തുൻ, ഇത് അതിൻ്റെ മൗലിയിൽ വളരെ ഭംഗിയുണ്ട്, ലുത്തുഫുണ്ട്, ബലാഗത്തുണ്ട് എന്ന് പറഞ്ഞു. വദാക ഫീ മൗലിഇഹി ലഹു ഹുസ്നുൻ വലതുഫുൻ, അത് അവിടെ നല്ല യോജിപ്പുണ്ട് എന്തൊക്കെ പറഞ്ഞെങ്കിൽ വഹാദൽ ഹുസ്നു ഫീ മൗലിഹി അക്മലു വഅബ്ലഗു, അതൊക്കെ ഉണ്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നത്. മിൻ ദാലിക ഫീ മൗലിഹി ഫലാ യംബഗി അൻ യുഖാല, അതിന് അതിൻ്റെ ആ മൊത്തത്തിൽ പറഞ്ഞതിനാ തഫ്സീലാക്കിയത്. ഉദാഹരണത്തിന് ഇന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് അബ്ലഗു മിൻ തബ്ബത്തിനേക്കാണ് അബ്ലഗാണ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ബൽ യംബഗി അൻ യുഖാല തബ്ബത് യദ അബീ ലഹബിൻ എന്നുള്ളത് ദുആഉൻ അലൈഹി ബിൽ ഖുസ്റാൻ, ഈ ശത്രുവിനെതിരെ ഖുസ്റാൻ കൊണ്ടുള്ള ദുആയാണ്. ഫഹൽ തൂജദു ഇബാറത്തുൻ ലിദ്ദുആഇ ബിൽ ഖുസ്റാനി അഹ്സന മിൻ ഹാദിഹി, ഖുസ്റാൻ കൊണ്ടുള്ള ദുആക്ക് ഇതിനേക്കാണ് മറ്റൊരു ഇബാറത്ത് കിട്ടാനുണ്ടോ? അപ്പോൾ ഖുസ്റാൻ കൊണ്ടുള്ള ദുആയിൽ തബ്ബത് യദാ അബീ ലഹബിൻ അബ്ലഗ എന്ന് പറയും.
وكذلك في قل هو الله أحد لا توجد عبارة تدل على وحدانيته أبلغ منها. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാണ് വലിയ മുന്തിയൊരു ഇബാറത്ത് വേറെ കിട്ടാനുണ്ടാവില്ല ഇതല്ലേ. വഖാല ബഅദുൽ മുഹഖഖീൻ, ബഅദുൽ മുഹഖഖീൻ പറഞ്ഞു എന്താണ്, കലാമുല്ലാഹി ഫില്ലാഹി അഫ്ളലു മിൻ കലാമിഹി ഫീ ഗൈരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അത് അഫ്ളലാകും, മറ്റുള്ളതിനെ പറ്റി പറഞ്ഞതിനേക്കാണ്. അത് ഗസാലി ഇമാം പറഞ്ഞല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹിൻ്റെ കലാമാണ്. യസ്അലൂനക അനിൽ മഹീദി എന്ന് പറഞ്ഞാലും അള്ളാഹിൻ്റെ കലാമാണ്. അപ്പം അള്ളാഹുവിൻ്റെ കലാം എന്നുള്ളത് എല്ലാം ഒരുപോലെ. പക്ഷെ അതിൻ്റെ മായനയിൽ എന്താ ഉള്ളത്? അള്ളാഹുവിൻ്റെ മുഖദ്ദസായ ദാത്തിനെ പറ്റിയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ചർച്ച ചെയ്യുന്നത്. അതിന് മൗദൂഉൽ കലാം അത്. മറ്റേതോ ഒരു പെണ്ണുങ്ങളെ അശുദ്ധിയെക്കുറിച്ച് അവിടെ ചർച്ച, മാറ്റർ നോക്കിയിട്ട്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് അഫ്ളലു ആണ് മിൻ തബ്ബത്ത് യദ അബീ ലഹബിൻ്റെ ആടാണ്. എന്തുകൊണ്ട്? ലിഅന്ന ഫീഹി ഫളീലത ദിക്രി. ഖുൽ ഹുവല്ലാഹു അഹദിൽ ദിക്റിന്റെ ഫളീലത്ത് അടങ്ങി. വഹുവ കലാമുല്ലാഹി. വഫളീലത്തുൽ മദ്കൂർ, മദ്കൂറിന്റെ ഫളീലത്ത് ഏതാ? അല്ലാഹു എന്ന് പറഞ്ഞവൻ, ആ ദാത്താണ് അതിന് ചർച്ചാ വിഷയം, മൗദൂഉ. അത് ഇസ്മു ദാത്തിഹി വ തൗഹീദിഹി, അത് മനസ്സിലായില്ലേ? വസിഫാത്തിഹി ലീജാബിയ്യത്തി, അല്ലാഹു തആലാക്ക് ഉണ്ടായിരിക്കൽ വാജിബായ സിഫാത്തുണ്ടല്ലോ, വഹദാനിയത്ത്. സൽബിയത്ത് ഏതാണ്? ലം യലിദ് വലം യൂലദ്. സിഫാത്താകണ്ട എന്താണ്? ഇജാബി, സൽബി, സുബൂത്തി മൂന്നല്ലേ. ഒക്കെ നമ്മൾ അയച്ചു പറക്കി കലക്കി കഴിഞ്ഞ വിഷയങ്ങൾ. എൻ്റെ അതായത് മഅന ഖൗലിൽ ഖായിലിന്റെ ഖൗലിന്റെ മഖൂലാണ് ഹാദൽ കലാം അബ്ലഗു മിൻ ഹാദൽ കലാം, അല്ലേ? ആ വഅന്ന ഹാദാ ഫീ മൗദിഹി ലഹു ഹുസ്നുൻ വലുത്ഫുൻ വബലാഗ വദാലിക ഫീ മൗദിഹി ലഹു ഹുസ്നുൻ വലുത്ഫുൻ എന്ന് ഇതെല്ലാം ഖൗലുൽ ഖായിലിന്റെ മഖൂലാണ്, അല്ലേ? വഹാദൽ ഹുസ്നു ഫീ മൗദിഹി അക്മലു വഅബ്ലഗു മിൻ ദാക ഫീ മൗദിഹി. അപ്പൊ ഫയംബഗ അൻയുലമാന്റെ മഫ്അല് പിന്നെ ഓടെയാണ് ഹാദൽ കലാമു അബ്ലഗു മിൻ ഹാദൽ കലാം എന്നാണല്ലോ ഖായില് പറഞ്ഞ കൗല്. ആ കൗലിന്റെ മഅന അറിയൽ അനിവാര്യമാണ്. ഇങ്ങനെ അറിയണം, അതിന്റെ വിശദീകരണം പറയുന്നത്. ആ വാബധികം തോന്നുന്നു, അല്ലേ? അതായത് അന്നഹാദ, അതായത് അതാതിന് പറയപ്പെടേണ്ടുന്ന സ്ഥലത്ത് അതല്ലേ മുമ്പ് തഫ്സീലും പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തൗഹീദ് സുബൂത്താക്കലാണെങ്കിൽ ആ മൗലിയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിനേക്കാണ് അബലഗായ വേറെ കലാമില്ല. ഖുസ്റാൻ കൊണ്ട് ഒരാൾക്ക് ദുആ ചെയ്യലാണെങ്കിൽ തബ്ബത് യദാ അബീ ലഹബ് പറയുമ്പോഴത്തെ വേറെ കലാമില്ല. അവിടെ വാബ് ആവശ്യമില്ല. അതായത് രണ്ടും അബലഗന്നെ, അതാതിൻ്റെ സ്ഥാനത്ത്. അപ്പൊ ശരിയില്ലേ? അവിടെ പെയ്യാൻ വായിച്ചു കൊടുത്തു. ഏത്? അതെ, വേണ്ട. അതെ, അല്ലെങ്കിൽ അഞ്ഞുവലന്മാരുടെ ഇത് കിട്ടൂലല്ലോ, അത് മയക്കാൻ വിട്ടുവീണ്. അപ്പോൾ അടുത്തി അപ്പോൾ ആരെങ്കിലും ഖായിലി എന്ന് വെച്ചാൽ കരമയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാന ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കലാം എന്താവശ്യത്തിന് പറഞ്ഞു അതാത് സ്ഥാനത്ത് അതിനേക്കാൾ വലിയ വില ഉണ്ടാവില്ല. അപ്പം ലിഅന്ന ഫീഹി ഫളീലത്ത ദിക്രി, ദിക്റിന്റെ ഫളീലത്തുണ്ടേത് ഖുൽ ഹുവല്ലാഹു അഹദ്. എന്തുകൊണ്ട്? ഖുർആന്റെ 1/3 വരെ അതിനെപ്പറ്റി പറഞ്ഞില്ലേ? ഓ ഫളീലത്തുൽ മദ്കൂർ, മദ്കൂറിന്റെ ഫളീലത്തുണ്ട്. എന്ത് ഫളീലത്തുൽ ദിക്രി വ ഫളീലത്തുൽ മദ്കൂർ വഹുവ ഇസ്മു ദാത്തിഹി വ തൗഹീദിഹി വ സിഫാത്തിഹി ലീജാബിത സൽബിയ. എന്നാ വസൂറത്തു തബ്ബത് ഫീഹാ ഫളീലത്തുൽ ദിക്രി, ദിക്റിന്റെ ഫളീലത്തുണ്ട് ഫഖത്ത് വഹുവ കലാമുല്ലാഹി തആല. മദ്കൂറോ അബുൽ ഹബൈബിൻ, അത് അമ്മയത്തെ പറഞ്ഞ അതാ കലിമാൻ പറഞ്ഞു.
قال الإمام الغزالي في جوهر القرآن ولا تفصيل كتابته ومن توقف في تفضيل الآيات أول قوله عليه الصلاة والسلام أفضل سورة وأعظم سورة بأنه أراد في الأجر والثواب കേട്ടോ ആയാത്തിൻ്റെ തഫ്ളീലിൽ ഒരാൾക്കൊരു സംശയം വന്നു. എന്നാൽ എന്താക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്ളലു സൂറത്തിൻ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയെ പറ്റി പറഞ്ഞു. ആദമു സൂറത്തിൻ, ആദമു ആയത്തിൻ എന്ന് പറഞ്ഞിട്ട് ആയത്തുൽ കുർസിയെ പറ്റി പറഞ്ഞു. അതിൻ്റെ അർത്ഥം അറാദ ഫിൽ അജ്രി വസ്സവാബ്, അതിന് സവാബും അജ്റും കൂടുതലുണ്ട് എന്നുള്ള അർത്ഥത്തിനാണ്. ലാ അന്ന ബഅദൽ ഖുർആനി അഫ്ളലു മിൻ ബഅദിൻ, ഖുർആനിൻ്റെ ബഅദ് മറ്റു ചിലതിനേക്കാൾ അഫ്ളലാണ് എന്നല്ല അതിൻ്റെ ഉദ്ദേശം. സവാബും അജ്റും വ്യത്യാസമുണ്ട്, അത് മനസ്സിലായില്ലേ? വൽ കുല്ലു ഫീ ഫദ്ലിൽ കലാമി വാഹിദ്, എല്ലാം തന്നെ കലാമിൻ്റെ ഫദ്ലിൽ പറ്റിയത്. വത്തഫാവുത്തു ഫിൽ അജ്ർ, അജ്റിലാണ് തഫാവുത്ത്. ലാ ഫീ കലാമില്ലാഹി തആല, അല്ലാഹുവിൻ്റെ കലാമിലല്ല. എങ്ങനെ? മിൻ ഹൈസു ഹുവ കലാമുല്ലാഹിൽ ഖദീം, അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാണ് എല്ലാം. അൽ ഖായിമു ബിദാത്തിഹി തആല. ഇത് മനസ്സിലായല്ലേ? ഇവിടെ ആ ബാബ് ബയ്യ വായിക്കുന്ന പിന്നെ ഓർമ്മ അതിന്. പക്ഷെ അതിൽ ഖാദി ഉസ്താദ് പറഞ്ഞില്ലേ, ഒന്നിന് കിട്ടുന്നത് വെള്ളിയാണെങ്കിൽ മറ്റു കിട്ടുന്നത് സ്വർണ്ണമായിരിക്കും. അതാണ് സംഭവം. ഈ ലാഹിരി ഉസ്താദ് വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നില്ല. قال العلماء علماء പറഞ്ഞു റളിയല്ലാഹു അൻഹും അൽ ഖുർആൻ യദുല്ലു അലാ സിദ്ഖിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദിഖാണ് എന്ന് ഖുർആൻ അറിയിക്കും. അപ്പോൾ ഖുർആൻ്റെ മധുരം എന്താണെന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ തങ്ങളുടെ റിസാലത്ത്, തങ്ങളുടെ നബൂവത്ത്, തങ്ങളുടെ സിദ്ഖ്, അമാനത്ത്, ഇതാണ് അറിയിക്കും. അല്ല പണ്ട് പറഞ്ഞ മുഅ്ജിസാത്ത്. അപ്പം അതിനെ പിടിച്ചിട്ട് വളച്ചൊടിച്ചിട്ട് തങ്ങളെ കുറവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ എന്താണെന്ന് തനിച്ച കുഫ്രിയത്താണ്, തനിച്ച കുഫ്രിയത്ത്. അത് ആദ്യത്തെ ചിന്തിക്കുന്നതോടെ അതിൻ്റെ കുഫ്രിയത്തിന് വെളിപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ പിന്നാലെ കൊടുന്ന് കുറച്ചാണ്. അത് സിദ്ഖിൻ്റെ മേൽ അറിയിക്കുന്ന എങ്ങനെ? മീൻ സലാസത്തി ഔസുഹിൻ, 3 വകുപ്പിൽ കൂടി. അഹദുഹ ഇത്റാദു അൽഫാദിഹി ഫിൽ ഫസാഹ, ഫസാഹത്തിൻ്റെ വിഷയത്തിൽ എന്താണ്, അതിൻ്റെ അൽഫാദ് എല്ലാം ഒത്തുകൂടുന്നുണ്ട്. ഒരു ഹർഫ് പോലും വ്യത്യാസം വരില്ല. അതായത് ഫസാഹത്തിന് ശേഷമാണ് ബലാഗത്ത് വരേണ്ടത്. ഫസാഹത്ത് എന്നൊന്നുണ്ട്, അതിൻ്റെ അപ്പുറമുള്ളതാണ് ബലാഗത്ത്. അപ്പോൾ എല്ലാ ബലാഗത്തുള്ളതും ഫസാഹത്തുള്ളതായിരിക്കുന്നു വേണം. അപ്പോൾ ഫസാഹത്ത് എന്നുള്ളത് ലഫ്ദിൻ്റെ ആ തെളിമയിലേക്കാണ് ഫസാഹത്ത് പോകുന്നത്. അത് മുഖ്തസറിൽ പറഞ്ഞില്ലേ, ആ ഫസാഹത്തുടങ്ങിയ കലാം എന്ന അൽഫാദുകളും കലാം എന്താണ് യോജിപ്പിച്ചിട്ട് എന്താവശ്യത്തിന് എവിടത്തേക്ക് എങ്ങനെ കൊടുക്കണം അവസരോചിതമായി കൊണ്ടേത്താണ് ബലാഗത്ത്. അപ്പം ഫസാഹത്തില്ലാത്ത കലാം ഉപയോഗിച്ച് അവസരോചിതമാക്കിയ എന്ന് പറഞ്ഞാൽ ബലാഗത്തൊന്നും ആവില്ല. അമ്മോ ഉമറാജി, നല്ല സ്വാദുള്ള ബിരിയാണിയാണെങ്കിൽ അരിയാതെ നന്നാണ്ടേ, കാർന്ന നെയ്യും പഴകിയ അതും ഇതെല്ലാം ചേർത്തിട്ട് ബിരിയാണിയാക്കിയാൽ ഈ ബിരിയാണി ശരിയായിലുണ്ടാകും. അപ്പോൾ ഈ കലാം ഉണ്ടാക്കാൻ വേണ്ടി കലിമാത്തുകൾ എന്താക്കണം? ഫസാഹത്ത് ഉണ്ടാക്കണം. കലിമാത്ത് ചേർത്തിട്ടാണ് കലാം ഉണ്ടാക്കല്. അപ്പോൾ കലിമാത്തുകൾ ഫസീഹായാലേ എന്തുണ്ടാവും? കലാമ് ഫസീഹാവുള്ളൂ. അപ്പോൾ അവിടെ 2 മുഫ്രദാത്ത് എന്തുണ്ട്? മുഫ്രദിലും മുറക്കബിലും. മുഫ്രദ് ഏതാ? ഒറ്റ കലിമത്ത്, ഒറ്റ കലിമത്ത് ചേർത്തിട്ടല്ലേ കലാം ഉണ്ടാക്കുന്നത്. ചുരുങ്ങിയത് 2 കലിമത്തെങ്കിലും ഒരു കലാമിന് വേണ്ടേ, അല്ലേ? അൽഫിൽ എന്താ പറഞ്ഞ? ഒന്നിക്കൽ 2 ഇസ്മുണ്ടാകും, മുബ്തദ ഖബറായിട്ട്, എല്ലാം ഫെയിലും ഫായിലായിട്ട് ഒരു ഫെയിലും ഒരു ഇസ്മുണ്ടാകാം. ഏറ്റവും ചുരുങ്ങിയത് വെറുതെ പോലുള്ളത് 2 ഫെയില് മാത്രം ഉണ്ടായാൽ കലാമാവില്ല. അതോ ഇസ്നാദ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഹുറൂഫുകൾ ഫസീഹാകുമ്പോൾ കലിമാത്ത് ഫസീഹാവും.
കലിമാത്ത് ഹുറൂഫ് ഫസീഹ എങ്ങനെയാ? ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് വന്ന കലിമത്ത് എന്തായി പരസ്പരം ഇത് പറയുമ്പോൾ മറ്റേ പറയാൻ കഴിയുന്നില്ല, ഇത് മറ്റേ പറയുമ്പോൾ മറ്റേ പറയാൻ കഴിയാത്ത കാരണം ഏറ്റുമുട്ടലുണ്ടാവും. അതിനാ തനാഫുറുൽ ഹുറൂഫ് തൊട്ടടുത്ത മഹറജിൽ നിന്ന് പറയുമ്പോൾ എന്താക്കും, ഇത് ക്ലിയറാക്കിയാണ് മറ്റേ പറയാൻ കഴിയില്ല. ഇവർ പരസ്പര വൈരുദ്ധ്യം. അതിനാണ് ചില നിഷ്കാലാക്കിയത്. ഏത് നമ്മൾ പറഞ്ഞില്ലേ, ജഹുറും ഹംസും അസായും കൂടി അടുത്തടുത്ത് വരുന്ന ഒരക്ഷരത്തിന് ജഹറുണ്ടെങ്കിൽ മറ്റേതിന് ഹംസും ഉണ്ടെങ്കിൽ പറയുമ്പോൾ പക്ഷെ അത് ശീലിക്കാത്തോണ്ടാണ്. അങ്ങനെ ചില ആക്ഷേപിച്ച് അവനോടുള്ള മറുപടി നീ പഠിക്കുക. ഇപ്പം ലോകത്ത് കൊടാനുകൂടി കാര്യങ്ങൾക്ക് ഇടയും കൊടുക്കുന്നില്ല. ഇവൻ പഠിക്കായിട്ട് ഇവനിക്ക് കൊടുക്കുന്നതായിട്ടാ ശരിയാക്കല്. അതെ, പഠിക്കുന്ന ഡ്രൈവർമാർ എന്താക്കും, ഗിയർ മാറ്റം വെക്കി ഇതെന്താ എങ്ങോട്ടാ തട്ടണ്ടിന്ന് കൊണ്ട് വണ്ടിയാളോ മിസ്സായി കൊണ്ടും ബൈക്ക് നിന്നോണ്ട് നിൽക്കും. ഏതെങ്കിലും ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും. വണ്ടി ഇപ്പോൾ നജീബ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ഇപ്പം പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് പോകുന്നു, എവിടെയെങ്കിലും തെറ്റുന്നില്ല. എനിക്ക് പൊടിയാകലാണ്, ഇത് ആകാശത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹുറൂഫുകൾ തമ്മിൽ തനാഫുറുണ്ടാക്കിയാൽ എന്താവുന്നു, കലിമാത്ത് ഏറ്റുമുട്ടു. മറ്റു മുസ്തത്തിൽ പറഞ്ഞു അത് സാവധാനം പറഞ്ഞിട്ട് ഈ ബമ്പ് കിടക്കും പോലെ വണ്ടി വിടാൻ കഴിയും. മുസ്തഷിറാത്തുൻ സ്പീഡിൽ പറഞ്ഞു നോക്കിയിട്ടൊന്നും പെട്ടെന്ന് പറയാൻ കഴിയില്ല. കപ്പക്കപ്പൊടി ഇപ്പോൾ ഒന്ന് പൊത്തൂട്ടം പറഞ്ഞു നോക്കിയാട്ടെ, ഇടത്തുമ്പോൾ തെറ്റു. ആ, എന്തുകൊണ്ടാണ് തനാഫുൽ ഹുറൂഫ് ഉണ്ടായോണ്ടാണ്. സ്പീഡ് പത്തോട്ടം വേണ്ട കപ്പൊക്കെ പിടിക്കുന്നു. അപ്പം പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കലിമാത്തിന്റെ ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, തമ്മിലുള്ള ഹുറൂഫുകൾ പരസ്പരം ഏറ്റുമുട്ടാൻ പാടില്ല. അത് കലിമത്തിൽ. ഇനി കലാമിലുള്ള ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കലിമാത്തുകൾ തമ്മിൽ, അതിന്റെ ജുസ് അതാണല്ലോ, കലിമാത്തുകൾ തമ്മിൽ തനാഫുർ ഉണ്ടാകാൻ പാടില്ല. ഒരു പാട്ടില്ലേ, ഇതിങ്ങനെ പറയുമ്പോൾ കാഫും ബാവും കാറ ഇങ്ങനെ കുറുബെ കറും എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എളുപ്പത്തിൽ പറയാൻ കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള കലാമുണ്ടായ കലാമിൽ ഫസാഹത്ത് വന്ന് ഹുറൂഫിൽ വേണം, കലിമാത്തിലും വേണം, എന്നാലേ കലാമിൽ വരുള്ളൂ. ആ കലാമിൻ്റെ ഫസീഹായ കലാമിനെ എടുത്തിട്ട് എന്താക്കി, ഇത് എവിടെയാണ് ആരെ മുമ്പിലാണ് അവതരിപ്പിക്കുന്ന നോക്കണോ. അതാ മുഖ്തദൽ ഹാൽ എന്ന് പറയുന്നത്. ഹാല് എന്ന് പറഞ്ഞാൽ ഈ സംസാരം എന്താവശ്യത്തിനാണ്, ആരെ മുമ്പിലാണ്, ഇത് കേൾക്കുന്നവൻ്റെ അവസ്ഥ എന്താണ്, ഇതെല്ലാം കണക്കിലെടുക്കണം. കേൾക്കുന്നവൻ ചിലപ്പോൾ എന്താകും, ഇതെല്ലാം നിർബാധം അംഗീകരിക്കുന്ന ആളാകാം, അല്ല അങ്ങനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എതിർക്കുന്ന ആളാകാം, അല്ലെങ്കിലോ അതിന് പച്ചപ്പച്ച ഉണ്ടാവും. പല കുലത്തിലുള്ള ആളുണ്ടാവില്ലേ, ആരോടാ പറയും നോക്കണം. അപ്പം എല്ലാ സമീനവാസന അംഗീകരിക്കുന്ന ആളോട് പോയിട്ട് എന്താക്കണ്ട, നമ്മൾ ആദർശം പറയുമ്പം തന്നെ കുറേ തെളിവൊന്നും പറയേണ്ട ആവശ്യമില്ല. നിൽക്കണ്ടെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നിൽക്കണം. അതിന് തീർച്ചയായും നിൽക്കാത്തവരാർക്കും സംശയം പറയുന്നില്ലല്ലോ, ഇതിനെ തീർച്ചയായിട്ടും ഒരു ഒച്ചപ്പോട്ട് കൂട്ടുന്നു. അപ്പം നിസ്കാരത്തിനോട് എന്തെങ്കിലും ഇൻകാറുള്ള ആളോടാണ് തീർച്ചയായിട്ടും വരേണ്ട ആവശ്യമുള്ളൂ, എല്ലാ കാലം അധികം. അതെ, ചിലതെന്താക്കണം വ്യക്തമായി പറയണം, ചിലപ്പോൾ ലമീരോട് പറഞ്ഞാൽ മതി, ചിലപ്പം ശരിയായിട്ട് പറയണം, ചിലപ്പോൾ എന്താക്കണം എടുത്തു പറയണം, ചിലപ്പോൾ മാന്യമായ പേര് പ്രയോഗിക്കണം. നിക്കാഹിൻ്റെ പേരിൽ സംഭവിച്ചുക്കാന്ന് മനസ്സിലാക്കുന്നത് ഉസംഭിച്ചുക്കാന്ന് പറഞ്ഞാൽ മതി പോകുമോ? അവിടെ മാന്യമായ പേരെല്ലാം ഞാൻ നിക്കാഹ് സഹിയാവില്ലല്ലോ, അത് കഴിഞ്ഞെന്ന് അറിയിക്കണം, അത് നടന്നിട്ടുണ്ട്, മറ്റേത് വാഗ്ദാനമാവുന്നുള്ളൂ. ചുരുക്കത്തിൽ ഈ കലാമ് ആരെ മുമ്പിൽ ഈ സാമ്യമുണ്ടല്ലോ കേൾക്കുന്നേ, അയാളുടെ അവസ്ഥ മുഴുവനും മനസ്സിലാക്കിയിട്ട് അവിടെ അവസരോചിതമായിട്ട് അത് ഒരു ഹാലാണ്. മറ്റൊന്ന്, ഇവനിക്ക് തിരക്കിട്ട് പോകേണ്ട ആളാണോ, എല്ലാ കുറേ ഇരിക്കാൻ തയ്യാറുണ്ടോ, അപ്പോൾ അവിടെ എന്താകണം, കലാമിൻ്റെ അളവ് ഏറ്റിട്ട് കുറച്ചുണ്ടാക്കണം.
ചിലപ്പോൾ ജവാമി അവതരിപ്പിക്കേണ്ടി വരും. അതിനാണ് 3 സ്റ്റേജാക്കുന്നത്: ഈജാസ്, ഇത്തലാബ്, മുസാബാത്ത്. ഈജാസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി ജമ്മുൽ ജാമിൻ്റെ മത്തിനടക്കം പറഞ്ഞാൽ തന്നെ അയാൾക്ക് തിരിയും, അതിനപ്പുറം പറയരുത്. ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഉസ്താദ് പല വ്യാഖ്യാനിക്കും നല്ല തന്നെ. ഞാൻ പറയും, മൂപ്പർ തീരുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. എന്താണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അറിയപ്പെട്ടത്. ഇങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ വായിക്കുന്ന ആൾക്ക് ഇത്രത്തോളം ഒന്നും വ്യാഖ്യാനിക്കണ്ടല്ലോ. അത് ഈജാസ്. ഇത്തനാബ് എന്ന് പറഞ്ഞാൽ കുറേ നീട്ടിപ്പരത്തിയിട്ട് പറഞ്ഞോ, അതിൻ്റെ മുഖദ്ദിമാത്തെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടാണ്ടോണം അടുത്തേക്ക് എത്തിക്കാൻ. മുസാബാത്ത് എന്ന് പറഞ്ഞാൽ അളന്ന് കുറിച്ചിട്ട് ഏറുമില്ല കുറയില്ലാണ്ട് കൊണ്ട പോക്ക്. പലതുണ്ട്. അത് വല്ലാത്തൊരു ഭാബാന്നത്. അതിനെ പന്നുൽ മഹാനി. അപ്പോൾ അവിടെ അവതരിപ്പിക്കേണ്ട കലാം എന്തായിരിക്കണം? ഫസിഹ കലാമാകണം. ഫസിഹ കലാമാണ് അത് കലിമത്ത് ഫസിഹാകണം. കലിമത്ത് ഫസിഹാണ്, ഹുറൂഫ് ഫസിഹാകണം. ആ കലിമത്ത് ഉണ്ടാക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒറ്റ അക്ഷരങ്ങളില്ലേ, ഈ അക്ഷരം പണി തനാഫുർ ഉണ്ടാകാൻ പാടില്ല. തനാഫുർ ഹുറൂഫ്. അപ്പം ഒരു വലിയ ഒരു ഗ്രന്ഥം ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഒരു വസനം ഉണ്ടാക്കാൻ കഴിയൂല. എവിടെയെങ്കിലും തേടി പിടിച്ചാൽ ഇന്ന സ്ഥലത്ത് കൊടുമുണ്ടെന്ന് പറയുന്നത്. അത് ഖുർആൻ സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം ഇഖ്തിലാഫ് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ താലി പോയപ്പോൾ ഗൈറുല്ലാഹിൻ്റെ വക്കിൽ നാവുക എന്ന മുഖദ്ദമ പോയി. അപ്പോൾ ഇത്റാദു അൽഫാദിഹി ഫിൽ ഫസാഹ, ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ട അൽഫാദ് മുഴുവനും ഫസാഹത്തിലെല്ലാം ഒത്തുകൂടുന്നുണ്ട്. ഏത് ഹുറൂഫിൻ്റെ ഫസാഹത്ത് ഉണ്ടാവുമല്ലോ. ഹുറൂഫിൻ്റെ ഫസാഹത്ത് മഖറജ് എവിടെ ചോദിച്ചപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞേ മുഴുവനും പറഞ്ഞില്ലേ. സാധനം വാങ്ങി പാക്ക് ചെയ്ത് വലിയ കുറച്ച് ഇവിടെ കച്ചവടം തുടങ്ങി ഞാൻ നോക്കണ്ട. ഇവിടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ടല്ലേ, സാധനം വാങ്ങിയിട്ട് പേക്കാക്കിയിട്ടാണ് പറയുന്നത്. ഹുറൂഫിൻ്റെ ഫസാഹത്ത് ഉണ്ടായാലേ കലിമത്ത് ഫസീഹാവുള്ളൂ. കലിമത്ത് ഫസീഹായാലേ അത് ചേർത്തുണ്ടാക്കുന്ന കലാമ് ഫസീഹാവുള്ളൂ. അങ്ങനെയുള്ള കലാമിൻ്റെ ഫസീഹ് എന്താക്കണം? ഇതെവിടെ അവതരിപ്പിക്കുന്നു, എന്തിനവതരിപ്പിക്കുന്നു, എന്തുദ്ദേശിച്ചാണ്, ഇത് കേൾക്കുന്ന ആളാരാണ്, അവരുടെ സ്വഭാവം എല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് തിരക്കിട്ട് പോണ്ട ആളാണോ, ബുദ്ധി കുറഞ്ഞ ആളാണോ, ബുദ്ധി കൂടിയ ആളാണോ, എല്ലാം നോക്കിയിട്ട് എന്താക്കണം? അതാണ് മഹാനി ഒപ്പിക്കൽ. അതാണ് ബലാഗത്തിൻ്റെ ബാബ് കിടക്കുന്നത്. മുതാബഖത്തുൽ കലാമി ലി മുഖ്തദൽ ഹാൽ. ഒറ്റ വാക്കിലിറങ്ങി. ഹാല് എന്ന് പറഞ്ഞാൽ പല ഹാലുണ്ട്. ഒന്നുകിൽ ഇത് കേട്ടാൽ ഇത് അംഗീകരിക്കുന്ന ആളാകാം, അല്ലെങ്കിൽ തള്ളുന്ന ആളാകാം, അല്ലെങ്കിൽ കുറച്ചെന്തോ പഠിച്ചു വെച്ചിട്ടുണ്ട് തെറ്റിദ്ധരിച്ച ആളാകാം. എല്ലാം മനസ്സിലാക്കണം. ഒരു വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഇതിനെപ്പറ്റിയിട്ട് പഠിച്ച ആളാകാം. ആ പഠിക്കുമ്പോൾ തന്നെ ശരി പഠിച്ച ആളും ആകാം, തെറ്റിദ്ധരിച്ചിട്ട് എന്തോ കേട്ട് പഠിച്ച ആളും ആകാം, ഒന്നുമില്ലാത്ത ഖാലിദ് റഹീനും ആകാം. അപ്പോൾ ആരോടാണോ കലാമ് സംസാരിക്കുന്നത് നോക്കിയിട്ട് ഓണെ പറ്റി പറയാൻ പോണ്ട ആളാകാം. ഞാൻ ചുരുക്കിയിട്ടേ പറയാം. എൻ്റെ വണ്ടിൻ്റെ ടൈമായി പോയെന്ന് പറഞ്ഞാൽ അവിടെ പറ്റി നീ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ പറയാനെന്ന് പറഞ്ഞാൽ ഓനെ കിട്ടില്ല, ഓൻ്റെ മനസ്സാണ്ടുണ്ടാവില്ല. നല്ല ബുദ്ധിജീവികളുണ്ടാവും, അവർക്ക് അത്രേ വേണ്ടു. അതല്ലേ ദേവത്തിനെ പറ്റി പറഞ്ഞില്ലേ, ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഈ വ്യക്തി ആരാന്ന് നോക്കണം. അപ്പോൾ ഇത്ര അൽഫാദ് മനസ്സിലായില്ലേ. വസാനിഹ രണ്ടാമത്തേത് ഇഷ്തിമാലുഹു അലൽ അഖ്ബാരി അലൽ ഇഖ്ബാർ അലൽ ഗുയൂബ്. ഗൈബുകളെ തൊട്ടുള്ള ഇഖ്ബാറാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. എത്രയോ 1000 കൊല്ലം മുമ്പ് കഴിഞ്ഞ ആദം അലൈഹിസ്സലാമിൻ്റെ കാലം മുതലുള്ള സംഭവം പറഞ്ഞു കൊടുക്കുന്നു. ഇന്നൊക്കെ നടന്നിട്ടുണ്ട്. ഇതെവിടുന്ന കിട്ടുക? എന്നിട്ടോ ഈസാ അലൈഹിസ്സലാമിൻ്റെയും മറിയം ബീബിൻ്റെയൊക്കെ ചരിത്രം പറയുമ്പോൾ പറയും തങ്ങളെന്ന് ജനിച്ചിട്ടില്ലല്ലോ. ഒമാ കുന്ത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം. മറിയമ്മിനെ ആരാണ് പോറ്റാൻ ഏറ്റെടുക്കേണ്ടത് എന്ന വിഷയത്തിൽ തർക്കിക്കുമ്പോൾ തങ്ങളെന്നില്ലല്ലോ. അതെല്ലാം ഇപ്പം കണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്നു. ഒമാ കുന്ത ലദൈഹിം എന്താ അയ്യുഹും യുൽഖൂന അഖ്ലാമഹും. അതെ. എന്നിട്ടോ പേന വെള്ളത്തിലിടാൻ പറഞ്ഞു. എന്നിട്ട് ആർക്കാണോ പ്രൈസ് കിട്ടുന്നത് സക്കറിയ അലൈഹി സ്വലാമിന് കിട്ടിയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കൊടുക്കും തങ്ങളെന്നുണ്ടാ. മറ്റേ സ്ഥലത്ത് പറഞ്ഞു മാക്കുന്ത ബിജാനിബിൽ ഖറീബി ഇതിനാദൈന. മൂസാ അലൈഹി സ്വലാമിനെ വിളിച്ചിട്ട് ഇതെല്ലാം പറയുമ്പോൾ തങ്ങളെ പരിസരത്തൊന്നും ഇല്ലല്ലോ. പിന്നെ എവിടുന്ന് പറഞ്ഞു?
അപ്പം ഗൈബിയായ വാർത്തകൾ, അപ്പം എന്തെല്ലാം വരാം? ഒന്നിക്കിൽ ഭൂതകാലത്ത് സംബന്ധിച്ച് ഗൈബ് വരാം, അല്ലെങ്കിൽ ഭാവി കാലത്തെ സംബന്ധിച്ച് ഗൈബ് വരാം, വർത്തമാനകാലത്തും മറിഞ്ഞെടുക്കുന്ന ഗൈബ് വരാം. അപ്പം 3 കാലത്തുണ്ടാവും ഗൈബ്. എന്നിട്ട് നിങ്ങൾക്ക് തോട്ടം നാക്കാൻ നിങ്ങൾക്ക് നല്ലോണം പഠിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഗൈബ് അറിയില്ല എന്ന് വന്നില്ലേ? ഒരു മുസ്ലിയാരാ ചോദിക്കുന്നു. ഞാൻ ലക്ഷക്കണക്കിന് ഗൈബിടെ പറഞ്ഞു കണ്ടില്ലേ? അതിൻ്റെ മുമ്പിൽ എങ്ങനെ ഈ ഒരു കലാം എടുത്തിട്ട് ഞാൻ ലക്ഷത്തിനെ പൊളിക്കൽ? അല്ലെങ്കിൽ തോട്ടം കൃഷിപ്പണി നിങ്ങൾക്ക് നല്ലോണം അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഗൈബ് കൊള്ളുന്ന സംഗതി എന്താ ഉണ്ടായത്? ഓരോരുത്തർക്കൊരു ഫീൽഡ് ഉണ്ടാവില്ലേ? ആ ഫീൽഡ് ഓരോ ഫീൽഡ് പറഞ്ഞാൽ ഓർക്ക് അനാവശ്യം. ഓരോരുത്തർക്കുള്ള ഓരോ ഫീൽഡ് ഉണ്ടാവില്ലേ? ഇപ്പം കിതാബിന് ഇബാറത്ത് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഫീൽഡാണെങ്കിൽ മോട്ടർ നന്നാക്കുന്ന ഫീൽഡ് ആരുതാന്ന് റഷീദിൻ്റെ. അപ്പോൾ റഷീദിൻ്റെ ഫീൽഡാകുന്ന മോട്ടറിൽ ഇബാറത്തിന് അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ ഓർക്ക് കുറവല്ല. എനിക്ക് മറ്റേ മെക്കാനിക്സ് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ഇവിടെ ഇതല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് അത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കേൾക്കണം, പിടിച്ചോന്നിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒട്ടകത്തിനെ പരതാനയച്ചില്ലേ ഇതല്ലേ ഷിഫായിൽ ഓതിയത്? ഒട്ടകത്തിനെ പറഞ്ഞയച്ചിട്ട് ഒട്ടകം അടയോ പോയിട്ട് കാണുന്നുണ്ട്, എല്ലാം പറഞ്ഞു നോക്കുന്നുണ്ട്, എല്ലാവരെയും പറഞ്ഞയച്ചു. അപ്പം മുനാഫിക്കാകുന്ന അന്നത്തെ മുജാഹിദ് എന്ത് പറഞ്ഞ്, ഇതാ ഒട്ടകത്തിന് പോയത് കൊണ്ട് അറിയാത്ത ഇയാൾ ഗൈബ് പറയുന്നു, കളിയാക്കി. എന്നാൽ പാടോ പരതാൻ പോയ ആളെല്ലാം ഇങ്ങോട്ട് പോവാ, എൻ്റെ ഒട്ടകം ഇന്ന സ്ഥലത്തുണ്ട്, അതിൻ്റെ കയറി ഇന്ന കൊമ്പിന് കുടുങ്ങിയിട്ട് അതിന് വരാൻ കഴിയാണ്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട്, അവിടെ പോയി കൂട്ടിയിട്ട് വന്നു. അതോ അപ്പം ഇപ്പറഞ്ഞോ തോറ്റില്ലേ? അപ്പം ചിലപ്പോൾ എന്താകും ബശരിയത്ത് കാണിക്കും, ചിലപ്പോൾ എന്താകും നുബുവത്തും കാണിക്കും. അതിന് ഓരോ സാഹചര്യങ്ങളുണ്ട്. ചുരുക്കത്തിൽ അക്കലിന് തമീസ ഉണ്ട്. അപ്പം ഗൈബിനെ തൊട്ടുള്ള ഇഖ്ബാറിൻ്റെ മേലെന്താക്കി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് രണ്ടായില്ലേ? വസ്സാലിസു സലാമത്തുഹു മിനൽ ഇഖ്തിലാഫ്, അതാണ് നമ്മളെ ചർച്ചാ വിഷയം. ഇഖ്തിലാഫിനെ തൊട്ട് സലാമത്ത് വായിച്ചിട്ടുണ്ട്. ഈ 3 കൂടി ഒറ്റ കലാം അള്ളാഹുവിൻ്റെ കലാമിലേ ഉണ്ടാവും. ഇനി പറയട്ടെ, വസബബു സലാമത്തിഹി മിൻഹു ഉണ്ടാ. ഇഖ്തിലാഫിനെ തൊട്ട് സലാമത്തല്ല നമ്മളെ ചർച്ചാ വിഷയം. അതിൻ്റെ കാരണം എന്താണ്? അതിന് അലാമാ ദഹബ ഇലൈഹി അക്സറുൽ മുത്തക്കല്ലിമീൻ, ഭൂരിപക്ഷ മുത്തക്കല്ലിമീങ്ങളും പോയ ആ പ്രകാരം പറയട്ടെ. അന്നൽ ഖുർആന കിതാബുൻ കബീർ, ഒന്ന് ഖുർആൻ എന്നുള്ളത് വലിയ കിതാബാണ്. എന്നുവെച്ചാൽ ഒരു റിസാലയോ ഒരു പാരഗ്രാഫോ ഒരു A4 ഒതുങ്ങുന്ന കാര്യമല്ല. ഇപ്പം തന്നെ അച്ചടിച്ചത് 600 പേജുണ്ട് അല്ലേ? മുസ്തമിലുൻ അല അൻവാഇൻ കസീറത്തിൻ മിനൽ ഉലൂം, ഉലൂമിൻ്റെ പല അൻവാകളും അതിന്മേൽ അടങ്ങിയിട്ടുണ്ട്. തൗഹീദുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഫിഖ് ഉണ്ട്, അഖീദുണ്ട്, തസവുഫുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഫസാഹത്തുണ്ട്, ബലാഗത്തുണ്ട്, അൻവാഉൽ ഉലൂം. പിന്നെ ഫലൗ കാന ദാലിക മിൻ ഇൻദി ഗൈരില്ലാഹി, അതാണ് നമ്മൾ ആയത്തിൻ്റെ മുഖദ്ദം പറഞ്ഞത്. അല്ലാഹു തആല അല്ലാത്ത ഒരാളെ വക്കന്നാതിലുണ്ടായെങ്കിൽ ലബഖഅ ഫീഹി അൻവാഉ മിനൽ കലിമാത്തിൽ മുതനാഖിലത്തി, പരസ്പര വൈരുദ്ധ്യമായ തനാഖുലുള്ള കലിമാത്തിൽ പലതും സംഭവിക്കാം. കാരണം അന്നൽ കിതാബൽ കബീറ കബീർ, ആദ്യത്തെ മുഖദ്ദിമ എന്താ? കിതാബ് വലുതാന്ന്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ വളരെ ഛർദ്ദിച്ചിട്ട് കുറേ അധ്വാനിച്ചിട്ട് എന്താ കൊപ്പിക്കുക? ഇത് ഒരു സെൻറ്റൻസ് അല്ലല്ലോ, കബീറാണ്. ലാ യൻഫഖു അൻ ദാലിക്, ഇഖ്തിലാഫിൻ തൊട്ട് രക്ഷപ്പെടൂല. വലമ്മാ ലം യൂജദ് ഫീഹി ദാലിക, അപ്പോൾ ഈ ഇഖ്തിലാഫ് എന്നുള്ളത് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏത് പോയി? താലി പോയി. ഈ മുഖദ്ദമും താലി മനസ്സിലാകുന്നില്ല. താലി പോയപ്പോൾ അലിംന അന്നഹു ലൈസ മിൻ ഇൻദി ഗൈരില്ലാ, ഗൈറുല്ലാന്റെ വക്കെന്നല്ലാന്ന് തിരിഞ്ഞു. അതേതാണ്? മുഖദ്ദമ പോയി. അപ്പം പിന്നെന്തായിരിക്കും? വഇന്നമാ ഹുവ വഹയ്യുൻ, അത് വഹയ്യ് തന്നെയാണ്. ഇന്ന വിട്ട് ഔഹാ ഇലൈഹി അലൈഹിസ്സലാം ഊഹിയ ഇലൈഹി അലൈഹിസ്സലാത്തു വസ്സലാം മിൻ ഇൻദില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വക്കൽ നിന്ന്
വഹിയായിട്ട് കിട്ടിയതാണ്. ബിവാസത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അതിൻ്റെ പതിവനുസരിച്ച് പറഞ്ഞു. വഹി എന്നുള്ള ആമായിട്ട് എടുത്താൽ ജിബ്രീലിൻ്റെ വാസ്യത്തെ ഗുണമൊന്നുമില്ല. പക്ഷെ ഖുർആൻ എന്നുള്ള എന്താണ് വാസ്യത്തിൽ കൂടെ ഉണ്ടാകും. അതിനില്ലേ അപ്പം ബലാഗത്തുൽ ഖുർആൻ ഭരതൻ്റെ ബാബാന്നത് ഏജാസുൽ ഖുർആൻ ഐത്ഖാനിലുണ്ട്, മറ്റുള്ള പല കിതാബിലുണ്ട്, ജുർജാനിൻ്റെ കിതാബുണ്ട്, പല കിതാബുണ്ട് ഏജാസുൽ ഖുർആൻ. പക്ഷേ ഏജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കഥ ഇങ്ങനെ കേൾക്കാന്നല്ലാണ്ട് എന്തായി പറയുന്നോളിന്ന് ഈ ഇരിക്കാത്ത തേങ്ങ പൂച്ച കൊടുത്തോട്ടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നേരം വിളിച്ച് വൈകുന്നേരം തട്ടിക്കളിക്കും. അതിനൊരു കണ്ട തുണ്ടാൻ കിട്ടും, അതുമില്ല. ഇന്നലെ ചോദ്യമില്ലേ കാലം തക്കും ബൈനഹോ നമ്മൾ മിഞ്ഞൊന്നില്ല ഇപ്പം അത് ബൈന പറഞ്ഞോണ്ടാ എവിടെയൊന്ന് കടമുറിഞ്ഞൊന്ന് കട്ടായി എത്രാമത്തെ പേജാന്ന് അതായത് യുദ്ധത്തിന് അല്ലാഹു തആല ക്ഷണിച്ചു. ഒരു കൂട്ടർ എന്താ ഇതിനോട് മടി കാട്ടി അല്ലേ? മടി കാട്ടിയിട്ട് അതിന് പിന്തിരിഞ്ഞ് എന്തെങ്കിലും ഉദരം പറഞ്ഞിട്ട് പിന്തിരിഞ്ഞ് എന്നിട്ട് പിന്തിരിഞ്ഞിട്ട് ഇവിടെ ആ യുദ്ധം എന്ത് സംഭവിച്ചു എന്നാണ് അവർ ഒറ്റ നോക്കുന്നത്. തോറ്റെങ്കിൽ എന്താ പറയുക? അല്ലാഹ് നമ്മളെ കാത്ത് നമുക്കൊന്നും പറ്റാണ്ട് സുരക്ഷിതരായിട്ട് കഴിഞ്ഞുകൂടി. അത് സ്വാഭാവികമാണ്. ഇനി ഓർക്ക് നിയമത്തും കിട്ടി അനിയമത്തും കിട്ടി യുദ്ധം ജയിച്ച് എന്നവർ എന്ത് പറഞ്ഞു? ആ കൂട്ടത്തിൽ കൂടെ നഷ്ടമില്ല ഇന്നേനെ എന്നൊരു ഖേദം പ്രകടിപ്പിക്കും അല്ലേ? ഇവർക്ക് ആദ്യം കൂടാനുള്ള ചാൻസ് ഉണ്ടായില്ല, അവസരം ഉണ്ടായിട്ട് പാടാക്കിയതല്ലേ. അപ്പോൾ ഇവർ ഇതിലൊന്നും ഇല്ലാത്ത ആള് പറയുമ്പോൾ പ്രധാനം പറയുന്നുണ്ടെന്ന്. അത് ഏതുപോലെ തന്നെ ഒരു പള്ളിയിലെ ഖത്തീബ് നിശ്ചയിച്ച് അല്ല ഞാനോട് പറയാന്ന് പറഞ്ഞോട്ടെ ജുമയ്ക്ക് ശേഷമെന്ന് ചോദിച്ചു. ഇന്നിപ്പോൾ ഇയാൾ ചോദിക്കുന്നത് ഇയാൾ പുറത്തുനിന്ന് നടന്നു വന്ന ഇയാൾ പള്ളിയിലെ ഖത്തീബല്ലേ, ഇയാൾ പറയേണ്ട ആളല്ലേ, ഇതെന്തിനാ ഇയാൾ ഒരു ചോദ്യം ചോദിക്കുന്നു? അപ്പം അയാൾ ആ പള്ളിയിലെ ഖത്തീബൊന്നും അല്ല എന്നൊന്നും അന്യനാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചോദ്യം ഇപ്പം സംഗതിയില്ല. അപ്പം ലൈത്തടലടെയാണ് കിട്ടാത്ത ഒരു സാധനത്തിനെ കുറിക്കല്ല. ഇവർക്ക് ഉണ്ടല്ലോ, യുദ്ധത്തിന് കഴിഞ്ഞാൽ മതിയില്ലേ? അപ്പൊ ലൈത്ത പ്രയോഗിക്കേണ്ട അവിടെയെന്ന് അല്ല പ്രതീക്ഷിക്കുന്ന സാധനം. ലൈത്ത എന്ന് പറഞ്ഞാല് കിട്ടാൻ ആഗ്രഹമുണ്ട്, കിട്ടുകയും ചെയ്യില്ല. ലൈത്ത അശബാബം ബോറൈത്തു യുവത്വം എന്നുള്ള വെക്കുന്ന എന്ത് വില കൊടുത്ത് വാങ്ങാമായിരുന്നു എന്ന് ചിലർ പറഞ്ഞു. അങ്ങനെ കിട്ടൂലല്ലോ, കിട്ടാതല്ലേ. അപ്പൊ യാ ലൈത്ത എന്താണെന്ന് കാലം തക്കും ബൈനഹും യാ ലൈതനി കുന്തു മഅഹും. അതാ ആ കുന്തു മഅഹും എന്നുള്ള അവരുടെ കൂട്ടത്തിൽ, ഏത് ആ ജയിച്ച സഹാബികളുടെ കൂട്ടത്തിൽ ആവുക എന്നുള്ളത് ഇയാൾക്ക് കിട്ടിയ ചാൻസ് ആയിരുന്നല്ലോ, ഒഴിവാക്കിയതാണ്. അത് മോഡിനാമോ അതെ. അപ്പൊ ഇവർ അതിൽ പെട്ടിട്ടേ ഇല്ലാത്ത ആളെ പറയുമ്പോഴത്തെ പറച്ചിലാ പറയുന്നത്. ആ അല്ല നെതിയൊക്കെ കൂടുന്നൊക്കെന്നല്ലേ വെച്ചിന്. അപ്പൊ ലൈത്ത പ്രയോഗിക്കുന്ന കിട്ടാത്തതാണ്. ഇവരുടെ ഗെയിമ കിട്ടിയിട്ട് ചാടിയതാണ്. അപ്പൊ അത് ശരിയായില്ലേ എന്നൊക്കെ. وَإِذَا جَاءَهُمْ أَمْرٌ مِّنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ وَلَوْ رَدُّوهُ إِلَى الرَّسُولِ وَإِلَى أُولِي الْأَمْرِ مِنْهُمْ لَعَلِمَهُ الَّذِينَ يَسْتَنبِطُونَهُ مِنْهُمْ. ഇനി ഒരു ചർച്ച. വൈദാ ജാഅഹും അവർക്ക് വന്ന് ആർക്ക് ബലഗ ദഅഫത്തുൽ മുസ്ലിമീൻ. അബ ഹുമിന്റെ ദമീറ പറയും മുസ്ലിമീങ്ങളിൽ ലഈഫായി കളിച്ച്. അതാണ് ഹും. ജാഅ കത്തോടത്തോട് ബലഗ എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വരത്തല്ല ഇട്ടല്. എന്ത് അംറും മിനൽ അംനി അവിൽ ഖൗഫി. ഒന്നിക്കൽ അമ്നിനാനുള്ള വാർത്തവും അല്ലെങ്കിൽ ഹൗഫിനാനുള്ള വാർത്ത. അമ്നിൽ എന്താന്ന് നല്ല ജയിച്ചിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ടെന്ന് പറയില്ലേ. ഹൗഫോ അവിടെ ഭയാനകമായിരുന്നു പറയാം. ഐ ഖബറും മിന സറായ, ശരീഅത്തിൻ്റെ വാക്കിൽ നിന്നുള്ള ഖബർ. ശരീഅത്ത് ചെറു സംഘത്തിന് അയച്ചില്ലേ,
എന്താണ് മിൻ ദഫരിൻ വിജയിച്ചു എന്നുള്ളത്. അതേതാ അമ്രമിനൽ അമ്നാണ് ഗനീമത്തിൻ, അത് അതിൻ്റെ കൂട്ടത്തിൽ ആ നുക്കുമത്തുൻ മഹസീമത്തുൻ അല്ലെങ്കിലോ ശത്രുക്കളെ വക്കൽ നിന്നുള്ള അക്രമങ്ങളും തോൽവിയും, അതാണ് ഏത് ഖൗഫ്. അതാബിഹി അതെന്താക്കുന്നറിയോ, പെട്ടെന്ന് പരസ്യപ്പെടുത്തും. വാർത്ത കിട്ടേണ്ട താമസം എന്താക്കും, ഇത് ആരോട് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, ഇത് പറയാതിരിക്കുകയാണോ വേണ്ട, ഒന്നും നോക്കാതെ കണ്ടങ്ങോട്ട് പറഞ്ഞേക്കുക. ഐ ആഫ്ഷൽ ഖബറ, ആ ഖബറിന് എന്താക്കും, അവർ പരത്തും. വാലുഹറുഹും വെളിപ്പെടുത്തും. വക്കാനത്ത് എതറ്റിൽ ഇദാഅത്തുഹും മഫ്സിദത്തൻ, ആ പരസ്യം പറയൽ എന്നുള്ളത് ചിലപ്പോൾ ഫസാദ് ഉണ്ടാക്കുന്നതാവാം. എന്നാൽ അപ്പുറം ഇപ്പുറം നോക്കണ്ടെന്നൊക്കെ പറഞ്ഞേക്കും. സാഹചര്യം സന്ദർഭം ഒന്നും നോക്കൂല. ഇത് ഒരുതരം ബലഹീനതയാണെന്നാണ് പറയും. ഒരു വാർത്ത കിട്ടിയാൽ ഇത് പറയണമോ പറയണ്ടേ, അംഗീകരിക്കണോ അംഗീകരിക്കണ്ടേ. കൽബിനൊരു പണിയുണ്ടല്ലോ, പണ്ട് പണ്ടല്ലോ കൽബിൻ്റെ ഉള്ളിൽ 10 ഓഫീസുണ്ടെന്ന് പറഞ്ഞൊരുമുണ്ടാ ഇതല്ല എനിക്ക് ഓർമ്മിച്ച് വെച്ചത്. ഒരു വാർത്തയും കിട്ടിക്കഴിഞ്ഞാൽ അതെന്താക്കി ഇതിലേ കൂടി അടത്തിക്കഴിഞ്ഞാൽ അവിടെ പെൻഡിങ്ങിൽ അവിടെ വെക്കൂ. ഇത് തള്ളണോ കൊള്ളണോ എന്ന് ആദ്യം തീരുമാനിക്കില്ലേ. തള്ളേണ്ടതാണെങ്കിൽ അപ്പം തന്നെ തള്ളൂ, കൊള്ളേണ്ടതാണെങ്കിൽ അവിടെ വെക്കൂ. എന്തിനെന്താക്കും, അവിടെ ഫയലിൽ വെച്ചിട്ട് അതിനെ റീയെടുക്കും. അതിനാണ് ഏത് അത് മറിച്ചെടുക്കലില്ലേ, തദക്കുർ, മറ്റേ തഹഫുദ്. ഇതാണ് സൂക്ഷിച്ചവിടെ വെക്കുക എന്ന് പറയും, മെമ്മറിയിൽ വെക്കുക. തദക്കുർ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കൽ. ഇന്നമായ തദക്കർ ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബിനെ നടക്കുള്ളൂ എന്ന് അള്ളാഹ് ഹസറാക്കിയില്ല. ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്. അപ്പോൾ തദക്കർ ഉലുൽ അൽബാബിൻ്റെ പണിക്കാന്നാണ് അള്ളാഹ് ഹസറാക്കിയിട്ടുള്ളത്. അതിനെ ബഷീർ വസ്ലം പറഞ്ഞ എന്താണ്, അഫമയാലമ അന്നമ ഉൻസിലയിലേക്ക് നിർറബിക്കൽ ഹക്കു തമ്മൻ ഹുവ ആമ എന്നൊരു ആയത്തെടുത്ത് എനിക്ക് ഒരു കൊല്ലം എന്ന് പറയേണ്ട ആൻസറിന് വിളി. പക്ഷെ കുറച്ച് ബുദ്ധിജീവികളാണ് മുമ്പിൽ വേണ്ടി. വേണ്ടാത്തതിന് വക്ര ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ഇവരെ പറഞ്ഞ മസാല കിട്ടാൻ വേണ്ടി ഉസ്താദ് എവിടെയും ഒരുപാട് കിട്ടാറുണ്ടല്ലോ, നമ്മളെ ആവശ്യത്തിനുള്ള ഒന്നും ഇതൊന്നും ഇല്ലേ, ഒന്ന് പരിധി നോക്കിറങ്ങും. ഉറക്കൊപ്പിച്ച് പറയാൻ എന്തെങ്കിലും കിതാബിലുണ്ടെന്നും പരിധി നോക്കുന്നു. പരിധി നോക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പൊടിയും പോവും, നമ്മൾക്ക് മസാല കിട്ടുകയും ചെയ്യും. അപ്പൊ കൽബിന് 10 ഓഫീസാണ് അതിനുള്ളിൽ. അള്ളാഹ് എന്താ ഇവിടെ ആക്കി വെച്ചിപ്പോ. അതെ, അവർക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ എപ്പം പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ പാപ്പശ്ശേരിക്കടുത്തിട്ട് ഒരു നിസ്കാരം തുടങ്ങണം. അന്ന് പള്ളി ഉണ്ടാക്കാൻ എതിര് കക്ഷി അനുവദിക്കാത്തത് കൊണ്ട് നിസ്കാരം ഉണ്ടാക്കാൻ പരിസരക്കാർക്ക് പള്ളി അടിയില്ല. അങ്ങനെ അവർ പുരവാടത്ത് തോന്നി. ആ സംഗതി നടന്ന സംഗതി പറയാം. അപ്പോൾ ഇതാരും അറിയുന്നത് ഈ പുരക്കെന്താക്കണം, എന്താകണോ, കിബില തിരിച്ചിട്ട് ആടുന്ന് നിസ്കാരം തുടങ്ങണം. അതിനെ കുറച്ച് കാർപ്പറ്റ് പായെല്ലാം വാങ്ങണം, നല്ല കമ്മിറ്റി വഞ്ചം തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ കമ്മിറ്റിയിൽപ്പെട്ട ചിലർ ചാവടിക്കാൻ പോയി. അവിടെ കുഞ്ഞിരാമൻ്റെ ഹോട്ടലിൽ പായ് കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പത്തന്നെ ആരെ കേൾക്കുന്നത്? എന്താണെന്നോളി പായ് കേൾപ്പിച്ചത്, അത് ചർച്ച ചെയ്യും. ഈ അടുത്തേക്കാ പോയി മറ്റവൻ പറഞ്ഞേ, പരക്കി വിരിക്കാനായിരിക്കും. എന്തിനാ വിരിക്കുന്നത്? നിക്കിരിക്കാനായിരിക്കും. എന്നാ പിന്നെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ പായ് വിരിക്കൽ നിൽക്കാറൊന്ന് കാണട്ടെ. അപ്പോൾ ഈ കമ്മിറ്റി യോഗത്തെ തീരുമാനം ഹോട്ടലിൽ പോയിട്ട് കുഞ്ഞിരാമൻ കേൾക്കാൻ വേണ്ടി പറയണം. ഇതാണ് അതാണ് ഊബി. രാത്രി വന്ന് ആരാടെ അവിടെ ഇരിക്കുന്നു, എന്താ അവിടെ പോയി, എന്തിനായി, എന്താ ഇങ്ങനെ ചിരിച്ചിട്ടണം, ആൺകുട്ടിയുണ്ട് നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താക്കി പുര വളരും. വളാപുരത്ത് കഴിഞ്ഞ സംഭവം. ഇതിനാണ് ബിൽഡിംഗ് എടുക്കുന്ന രീതിയിൽ പള്ളിയാക്കി കിബില മൂലക്കൊക്കെ ആയത്. എൻ്റെ മഹമ്മൂദാജിക്കരെ കത്തിൽ കയറി വരെ ഉടുക്കിന് കുറെ കൊല്ലാൻ. മഹമ്മൂദാജിക്ക് തന്നെ വന്ന് പറഞ്ഞ വിഷയം, ഞാൻ മരണത്തിൻ്റെ പക്കത്ത് രക്ഷപ്പെട്ടതാണ്. ഒറ്റ വാക്കാൻ നടക്കും. അപ്പോൾ ഖൗഫോ അമ്നോ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആരോട് പറയണം, എന്തോട് പറയണം നോക്കാതെ കണ്ടെന്താക്കി പരസ്യപ്പെടുത്തി പറഞ്ഞപ്പോൾ അതിനെക്കൊണ്ട് വലിയ ഫസാദുണ്ടായി. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? വലൗ റദ്ദൂഹു ഇലർ റസൂൽ വഇലാ ഉലിൽ അംരി മിൻഹും. കണ്ടോ,
വലൗ റദ്ദൂഹു ദാലിക, അപ്പോൾ ഹൂൻ്റെ തമ്മിലെടുത്തേക്ക് ദാലിക്കൽ ഖബർ, ആ കിട്ടിയ ഖബറിനെ എന്താക്കണം, മടക്കി എടുത്തേക്ക് അർ റസൂലിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വൈല ഉലുൽ അംറും പറഞ്ഞില്ലേ മുമ്പ് ആ കൂട്ടത്തിൽ നിന്ന്. അങ്ങനെ ബി തർക്കി തഅറുദി ലഹു വ തഫ്വീദി അംരിഹി ഇലാ റഅയിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നമ്മൾ കൈകടത്തലിനെ ഒഴിവാക്കിയിട്ട് റസൂലിൻ്റെ അഭിപ്രായത്തിലേക്ക് വിടുക. അത് നോക്കി ഇലർ റസൂലിലേക്ക്. വ റഅയി കിബാരി അസ്ഹാബിഹി, അസ്ഹാബിമാരിൽപ്പെട്ട കിബാർ ഉണ്ടാകും, അതാണ് ഉലുൽ അംർ. അവിടെ ആ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു, ലഅലിമഹു ലഅലിമ തദ്ബീറ മാ അഖ്ബറൂ ബിഹി ഉഖ്ബിറൂ ബിഹി, അവരോട് വാർത്ത പറയപ്പെട്ട തദ്ബീർ അറിയും. അത് ഹൂൻ്റെ ദമീർ ആരറിയും? ലഅലിമയുടെ ഫായിലാണ് അല്ലദീന യസ്തംബിതൂനഹു, അതിന് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിൻ്റെ അഹ്കാമുകളും എല്ലാം പിടിച്ചെടുക്കുന്ന ബുദ്ധിജീവികളായ ആളുകൾ. മിൻഹും, ആ കൂട്ടം, അതാ യസ്തഖ്രിജൂന തദ്ബീറഹു, അതിൻ്റെ തദ്ബീറിനെ അവർ പുറത്തെടുക്കും. ബി തജാരിബിഹിം, അവരുടെ പരിശീലനം കണ്ട് കുറേ കാലം ഇതുമായി ഇടപെട്ടിട്ട് ഒരു പ്രാക്ടീസ് ഇട്ടിട്ടുണ്ടാവും. വ അന്നാരിഹിം സഹിയത്തി, അവരുടെ ബുദ്ധിപൂർവമായ ചിന്ത കൊണ്ടും. വ മാരിഫത്തിൻ ബി ഉമൂരിൽ ഹർബി, യുദ്ധത്തിൻ്റെ കാര്യങ്ങളെ കൊണ്ടുള്ള അവരുടെ പരിജ്ഞാനവും മക്ക, ഇതെല്ലാം അവർക്ക് ഒത്തുകൂടിയാളാണ്. യസ്തംബിത്തു എന്ന് പറഞ്ഞതിന് അപ്പോൾ അത്തരക്കാരുടെ അഭിപ്രായത്തിന് വിട്ടിട്ടേ കാര്യം ഇത് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബത്തിനാണല്ലോ അസിലുണ്ടായത്. ഇസ്തംബത്താൻ്റെ അസിലെന്താ? നൂന് ബാഗ് തോകാന്ന്, അതിൻ്റെ ഇസ്തിഖ്ബാല് ബാബാന്ന്. ഇഖ്റാജുൻ നബത്ത്, നബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവൽ മാവും. അപ്പം ഉറവിടത്തിൽ നിന്ന് വെള്ളത്തിനെ പുറപ്പെടുവിക്കലിനാണ് എന്ത് പറയല്? ഇസ്തിംബാത്ത് എന്ന് പറയല്. യഖ്റുജു മിനൽ ബിഇരി, കിണറിൽ നിന്ന് പുറത്തു വരും. അവലുമാ തുഹ്ഫറു, അത് കൊയ്ക്കുന്ന അവസരത്തിൽ വെള്ളം കാണൽ എന്ന് പറഞ്ഞില്ലേ, അതിനാണ് എന്താ പറയുക ഇസ്തിംബാത്ത്. അപ്പോൾ ഈ കിട്ടിയ വാർത്ത എന്താക്കണം? അതിനുള്ള ഗുണങ്ങളും മറ്റും ഇതെല്ലാം ഇവരെ പരിജ്ഞാനം ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയണം, എന്ത് പറയണം, ഇത് പറയാതിരിക്കുകയാണോ വേണ്ടത്, ഒളിപ്പിച്ച് വെക്കുകയാണോ വേണ്ടത് എന്നെല്ലാം എന്താക്കണം. അപ്പം പോത്ത് പറ്റുന്ന അറിയുമ്പോൾ എന്താക്കും? കുഞ്ഞിനെ കൂട്ടാൻ വേണ്ടി കയറെടുത്ത് പറയുന്ന പരിപാടി പറ്റൂല. വഖീല കാനൂ യഖിഫൂന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബഅദിൽ അഅദാഇ ഔ അലാ ഖൗഫിൻ വസ്തിശ്ആരിൻ ഫയുഈൻ മിൻഹു ഫയൻശുറു ഫയബ്ലുഗുൽ അഅദാഅ ഫതഊദു ഇദാഅത്തുഹും മുഫ്സിദത്തൻ. അതെന്നെ പറയുന്നതാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വക്കൽ നിന്ന് ആയതായനെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഖൗഫിൻ്റെതോ മറ്റും വാർത്തകൾ എന്താക്കും? ഇവർക്ക് കിട്ടിയെന്ന് വരും. കിട്ടിയിട്ട് അതങ്ങനെ തന്നെ പരത്തും. വയുറിയൂനവും അതെന്താക്കി? ജനങ്ങളുടെ ഇടയിൽ പരസ്യമായപ്പോൾ ഈ ആയതാക്കൾ കിട്ടി. നമ്മൾ നേരത്തെ പായി വെച്ച ആ സംഭവം തന്നെ അങ്ങ് വെച്ചോ. അല്ലെങ്കിൽ ഇപ്പം തന്നെ പായ്ക്കാക്കെന്നല്ല കുറച്ച് ചിന്തിക്കുന്നു ചായ കുടിച്ചിട്ട്. അപ്പം അതിൻ്റെ ആ പരസ്യം എന്തായി? മഫ്സദത്തായി മാറി. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ഫവ്വളൂഹു ഇലൈഹി, ഈ വാർത്ത കാര്യം അത് അവരിലേക്ക് ഏൽപ്പിച്ചാൽ വക്കാനൂ കഅല്ലം യസ്മഉ, അത് കേൾക്കാത്ത മതിയേക്കാം. നമുക്ക് ഇട്ടേയില്ല എന്നല്ല. അലിമഹുല്ലദീന യസ്തംബിതൂന തദ്ബീറഹും, അതിൻ്റെ തദ്ബീറിനെ ഇസ്തിംബാത്ത് ചെയ്തിട്ട് വെള്ളം എടുക്കുമ്പോൾ എടുക്കുന്നവർ കൈഫ യുദബ്ബിറൂന, ഇനി ഈ വാർത്ത എന്താക്കണം? എങ്ങനെ തദ്ബീർ ചെയ്യണം? വമാ യഅ്തൂന, എന്താണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്? വയദറൂന, എന്താണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളതെല്ലാം അത് മനസ്സിലാക്കുന്ന ആളുകൾക്കേ തിരിയുള്ളൂ. അപ്പോൾ ഫൽ മുറാദു ബിൽ മുസ്തംബിതീന മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കിബാർ സഹാബത്തിലേക്കാണ് മടക്കിയത്. അതിൽ നിന്നുള്ള മുസ്തംബിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്ന്? അലാ കിലൽ വജ്ഹൈനി, രണ്ട് വജ്ഹ് പ്രകാരവും. അർ റസൂൽ ഉലുൽ അംർ, റസൂലുമാണ് ഉലുൽ അംറുമാണ്. പിന്നെ തങ്ങൾക്ക് ഇസ്തിംബാത്തും ഇജ്തിഹാദും പോണ്ടയോ എന്നുള്ളത് ഉസൂലിൽ ഖിലാഫുണ്ട്. എല്ലാം വഴി കൊണ്ട് കിട്ടുമ്പോൾ പിന്നെ എന്തിനാ ഇസ്തിംബാത്തും ഇത്? പക്ഷേ തങ്ങളുടെ ബുദ്ധിയുടെ ഒരു മുക്തതയാണ്, ബുദ്ധി കൊണ്ടെന്തെങ്കിലും ഇസ്തിംബാത്ത് ചെയ്യുക എന്നുള്ളത് അവിടെ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ അതിലെന്താകും? സവാബിനോടൊത്താൽ അള്ളാഹിൻ്റെ വഹി ഒട്ടിച്ചു വരും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ തിരുത്തു വരും.
വഫിൽ ആയത്തി, അതാ ആയത്തിലടങ്ങി എന്താണ്? നഹിയുൻ അൻ ഇഫ്സാഇ സിദ്ദി, സിർറ് പരസ്യപ്പെടുത്തിയിട്ട് അതിനെ പൊളിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഖീല ലി ബഅദിൽ ഉദബാ കൈഫ ഹിഫ്ളുക ലിസ്സിദ്ദി, പണ്ഡിതന്മാരെപ്പെട്ട ചിലരോട് ചോദിച്ച് നിങ്ങൾ ഈ സിറിനെ എങ്ങനെ കാക്കുന്നു? കാല അന കബറുഹു, ഞാനാ സിറിൻ്റെ കബറാന്ന് പറഞ്ഞു. സിറിൻ്റെ കബറാന്ന്. വമിൻ ഹാദ, ഇതുകൊണ്ടാണ് ഖീല സുദൂറുൽ അബ്റാറി ഖുബൂറുൽ അസ്റാർ എന്നൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്. സജ്ജനങ്ങളുടെ സദർ എന്ന് പറഞ്ഞാൽ അസ്റാറിൻ്റെ കബറാന്ന്. എന്ന് പറഞ്ഞാലോ കബറാളിലാണ് മുടിക്കിടക്കുന്നു. ഇനി അതടുത്ത് വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമുശ് ശൈത്വാന ഇല്ലാ ഖലീലാ. അപ്പോൾ സിർറ് കിട്ടിക്കഴിഞ്ഞാൽ എന്താകണം? ആദ്യം കേട്ടിട്ട് കേൾക്കാത്ത മാതിരി അവിടെ ഖബറിൽ സൂക്ഷിക്കുമ്പോൾ സൂക്ഷിച്ചൂടാ. എന്നിട്ടോ അതിന് നേതാക്കന്മാർ എന്താ അഭിപ്രായം പറയുന്നു അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തി പറയാൻ പാടില്ല എന്നിടത്തോളം അതിപ്പോൾ പറഞ്ഞത്. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിൻ്റെ ഫضലും അല്ലാഹുവിൻ്റെ റഹ്മത്തും ഇല്ലെങ്കിൽ, അപ്പോൾ അള്ളാഹിൻ്റെ ഫضൽ എങ്ങനെ? ബി ഇർസാലിർ റസൂലി, റസൂലിനെ അയക്കൽ കൊണ്ടും വഇൻസാലുൽ കിതാബ്, കിതാബിന് അയക്കൽ കൊണ്ട്. പണ്ടേ ഇൻസാലും ഇർസാലും പണ്ടേ പറഞ്ഞല്ലേ. അതില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കൽ? ലത്തബഅതുമുശ് ശൈത്താൻ, ശൈത്താൻ്റെ പിന്നാലെ ആയിരിക്കും എല്ലാവരും പോവുക. ബിൽ കുഫ്രി വല്ലലാലി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫضലും റഹ്മത്തും ഉള്ളത് കൊണ്ടാണ് ശൈത്താൻ്റെ പിന്നാലെ പോകാത്തത്. ഇല്ലാ കലീല എന്ന് പറഞ്ഞാൽ കലീലം മിൻകും, നിങ്ങളിൽപ്പെട്ട കുറച്ച് പേരൊഴികെ. കുറച്ച് പേരെന്താക്കും? ഈ കിതാബും റസൂലും ഒന്നും ഇല്ലെങ്കിൽ ശൈത്താനെ പിൻപറ്റാണ്ട് സൂക്ഷിക്കപ്പെടുന്ന ആളും ഉണ്ടാകാം. അതാ ഫഇന്ന മൻ ഖസ്സഹുല്ലാഹു തആല ബി അഖലിൻ റാജിഹിൻ, മികച്ച അഖല് കൊണ്ട് അല്ലാഹു തആല പ്രത്യേകമാക്കിയ ആളെന്താകും? അന്ന് ജാഹിലിയ കാലത്ത് കണ്ടുപിടിക്കാത്ത ആളെ പറ്റിയും ബിംബത്തിന് ആരാധിക്കാൻ പറ്റില്ലാത്ത ആളെ പറ്റിയും എത്രയോ ചരിത്രം കേട്ടില്ലേ? അതിൽ ആ കിട്ടണം 5 ആളായിരുന്നു. എൻ്റെ ഹെറാബുയിൽ യോഗം ചെയ്ത് കഴിഞ്ഞ ആഴ്ചയല്ലേ മോദിനി. അവിടെ അതില്ല, ഇർസാലുർ റസൂലും വന്നിട്ടില്ല, ഇൻസാലുൽ കുത്തുബും നടന്നിട്ടില്ലെങ്കിലും അഖലിൻ്റെ കടുപ്പം കൊണ്ട് എന്താക്കിയിട്ടുണ്ട്? ഓരെല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിന്നിട്ടുണ്ട്. അഥവാ കൽബിൻ ഗൈരി മുതകദ്ദിരിൻ, കലർപ്പ് ബാധിക്കാത്ത കൽബിൻ്റെയും ഉടമകൾ. എന്തുകൊണ്ട് ബാധിക്കല്? ബിൽ ഇൻഹിമാക്കി ഫിത്തിബാഇ ഷഹവാത്ത്, ഷഹവാത്തിനെ പിൻപറ്റുന്ന വിഷയത്തിൽ എന്താക്കി? അതിൽ അഴിഞ്ഞാടി. അതുകൊണ്ട് അവരെ കൽബ് വിടക്കൈ. അങ്ങനെ ഇല്ലാതെ കണ്ട് അല്ലാഹു തആല കാത്തു സൂക്ഷിച്ചാൽ എന്താക്കും? യഹ്തദി ഇലൽ ഹഖി വസ്സവാബ്, സവാബിലേക്കും ഹക്കിലേക്കും ആ ബുദ്ധി എന്താക്കും? ചിലപ്പോൾ അടുത്തേക്ക് എത്തും. അവർ എത്തിയതിനെ പിന്തുണക്കുന്നതായിരിക്കും. ഇപ്പോൾ സിദ്ദീഖുൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് നൂറാറാന്ന വലിയ സാലിഹായാണ്. ജാഹിലിയ കാലത്തുള്ള ഒരൊറ്റനാവശ്യങ്ങളും പിന്നീട് ശറഅ് വന്നാൽ വിരോധിക്കപ്പെടേണ്ട ഒന്നും ഓരോ കാലത്ത് കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ മഅസൂം അല്ലെങ്കിലും മഹഫൂദായി ജീവിച്ചിരുന്നു. ഖദീജ ബീബി, അങ്ങനെ കുറേ ആളുണ്ട്. എന്താ പറഞ്ഞ? പിന്നെ അപ്പോൾ ശൈത്താൻ, ശൈത്താനെ ഉറവി പറ്റൂല. അപ്പം ആ കലീലടുണ്ട്. ഫഖാതിൽ ഫീ സബീലില്ലാഹ് എന്ന് പറയുന്നത് ഖിതാലിനെ കുറിച്ചാണ്. ഖിതാല് എന്താക്കണം? തങ്ങൾ ചെയ്യണം. ഇനി ആരുമില്ലെങ്കിൽ തങ്ങൾ ഒറ്റക്ക് സൈന്യത്തിനോട് നേരിടാനാണ്. അത് തങ്ങളുടെ ഖുസൂസിയത്താണ്. ഒറ്റക്ക് മതി. എന്നാൽ പിന്നെ ആളെയും കൂട്ടിയിട്ട് പോകുന്നു ഓർക്ക് കൂലി കിട്ടാൻ. ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹ് എന്നല്ല അന്നല്ല പറഞ്ഞത്. നിങ്ങളാണ് സഹായിക്കുന്നത്, പോ പണി നോക്ക്. ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു തആലക്ക് സഹായിക്കാൻ അറിയാമെന്നല്ലേ പറഞ്ഞത്. എന്താ പറച്ചല്? ഐ ഇൻ തസബ്ബത്തൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങൾ പിന്തിരിഞ്ഞ്, വഖസ്സറൽ ആഖറൂന, മറ്റു കൂട്ടരെ ഉപേക്ഷ വരുത്തി. എന്നിട്ടോ തലക്കുമുക്ക വഹദക്ക, തങ്ങളെന്താക്കി? ഒറ്റക്കിട്ടിട്ട് പോയി. എന്നാലും തങ്ങൾ നോക്കൊന്നും ചെയ്യില്ല, ഒറ്റ യുദ്ധം ചെയ്തു. ഫഖാതിൽ, അതാ അന്ത യാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വഹദക്ക, തങ്ങൾ ഒറ്റക്ക് യുദ്ധം ചെയ്തു. ഒന്ന് ജയിക്കോ? തങ്ങൾക്ക് അള്ളാഹ് കൂടി കൊടുത്താൽ പിന്നെ ജയിക്കുമെന്നാ പിന്നെ ജയിക്കല്?
ഫിത്തരീഖിൽ മൂസിൽ ഇലാ റിളല്ലാഹി തആല, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ചേർക്കുന്ന തരീഖ് തങ്ങ് ഒറ്റക്ക് മതി. ബഹുവൽ ജിഹാദ് വലാ തുബാലി ബിമാ ഫഅലു, പോണ്ട ആൾ പോയി കുറച്ചാൾ പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂസണ്ടാകും. അതാ അപ്പം ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, തങ്ങൾ നഫ്സിനെ അല്ലാതെ തക്ലീഫാക്കപ്പെടുന്നില്ല, തങ്ങൾ ഒറ്റക്കാണ് യോദ്ധാവ്. അങ്ങനെ ചില അമ്പിയാക്കൾക്കുണ്ടല്ലോ മജൂദാറ്റിയെ കൊടുത്തിട്ട്. ഇന്നാളാരോ ചോദിച്ചില്ലേപ്പാ അതെ, എല്ലാ അമ്പിയാക്കൾക്കും ഓരോ മജൂദത്തില്ലേ? മൂസാ നബിക്കുണ്ട് വടിയുണ്ട് കൈയുണ്ട്. അങ്ങനെ ചില അമ്പിയാക്കൾക്ക് എന്താ ചോദിച്ചപ്പോൾ സൊമ്മൂനി ഫലാ തുൻദിറൂൻ, ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞു ഒട്ടും കാത്തേക്കണ്ട, ഒട്ടും വൈകണ്ട, ഇപ്പം തന്നെ നോക്കിക്കൊന്നല്ല പറഞ്ഞു. അതാ ഇതെടുക്കും മൊബൈൽ ഒന്നുകൊണ്ടാ ഇങ്ങനത്തെ നമുക്ക് നോക്കാമല്ലോ. ഖുർആൻ്റെ ഇടഭാഗത്തെ പേജിലാണ് വേണ്ടത്, നോക്കട്ടെ. പറ്റിയാ ഹൂദല്ലേ? ഹൂദ് ആ അതെത്ര ഹൂദല്ലേ? പേജാ? കിട്ട്. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. അതിനോട് ഹൂദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞാണ് 3 കലിമത്ത്. നിങ്ങളൊരു ബയ്യിനത്തും കൂടെ കൊണ്ടുവന്നിട്ടില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞ വകയിൽ നമ്മൾ ആലിഹത്തിന് ഒഴിവാക്കാനും തയ്യാറില്ല, നിങ്ങൾ അംഗീകരിക്കാനും നമ്മളില്ല. തീർന്ന് നമ്മളെ ആലിഹത്തിനെ നിങ്ങെന്തോ കുറ്റം പറഞ്ഞ വകയിൽ നിങ്ങൾക്ക് ചൈത്തം കൂടിയെന്നാ മതി, ആലിഹത്ത് കൂടുതലുണ്ടല്ലോ. قال إني أشهد الله واشهدوا أني بريء مما تشركون من دوني. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ എന്തെല്ലാം കൂട്ടുപിടിക്കുന്ന അതിനെ തൊട്ടെല്ലാം ഞാൻ ഒഴിവാണ് എന്ന് ഞാൻ എന്താക്കുന്നു, അള്ളാഹിനെ സാക്ഷിയെത്തുന്നു, നിങ്ങൾ സാക്ഷിയേക്കും കേട്ടോ. ഫകീദൂനി ജമിയൻ സുമ്മ ലാ തുൻദിറൂൻ. കണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം എനിക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാം കൊണ്ടുപോകാൻ ഒട്ടും കാത്തിക്കണ്ട, ഒട്ടും വൈകണ്ട. മറ്റു സ്ഥലത്തുണ്ടല്ലോ സുമ്മ ലാ യകുൻ അംറുക്കും അലൈക്കും ഗുമ്മ, അതാരാ പറഞ്ഞത്? നൂഹ് അലൈഹിസ്സലാമാ? അതെ, ഞാനും ഇവിടുന്ന് എവിടെയും പോകുന്നില്ല, നിങ്ങൾ എല്ലാം കാട്ടിക്കൊന്നു. വലിയ ജനക്കൂട്ടത്തിനല്ല ഈ വാക്കോട് നേരിട്ടത്. യൂനിസിലാ? അതിപ്പോൾ അതാ പേജ് പറയും. കിട്ടി. وَاتْلُ عَلَيْهِمْ نَبَأَ نُوحٍ. ഇപ്പം കഴിഞ്ഞത് ഹൂദ്. إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم اقضوا إلي ولا تنظرون. ഒട്ടും കാത്തു കണ്ട, നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്യാൻ ചെയ്തോ, ഞാൻ ഒറ്റക്കുണ്ട് പറയണല്ലേ. അപ്പോൾ ഇവിടെ മുനാഫിക്കങ്ങൾ പിന്തുകയും ചെയ്ത് മറ്റോർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഒറ്റക്കാക്കിയാലും ഒന്നും പഠിക്കണ്ടെന്നാണ് പറഞ്ഞത്. ലാ തുകല്ലഫു ഇല്ലാ നഫ്സക് ഇല്ലാ ഫിഅല നഫ്സിക്. തങ്ങൾ ചെയ്യലിനെ അല്ലാണ്ട് ഇവിടെ തക്ലീഫാക്കുന്നില്ല. ലാ യളുറുക മുഖാലഫത്തുഹും വതഖാഉദുഹും. അവർ തങ്ങൾക്ക് എതിര് കാട്ടിയിട്ട് പിരിഞ്ഞുപോയി അല്ലെങ്കിൽ ഓരോ നേതൃത്വത്തിന് വരാണ്ടെന്ന് അതൊന്നും തങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കൂല. ഫതഖദ്ദം ഇലൽ ജിഹാദിലേക്ക് മുന്നിട്ടോ. വഇല്ലം യുസായിദക അഹദുൻ, ഒരാളെ തങ്ങളെ പിന്തുണക്കുന്നില്ലെങ്കിലും ഫഇന്നല്ലാഹ നാസിറുക, അള്ളാഹുവാണ് നാസിർ ലൽ ജുനൂദി, പട്ടാളക്കാരൊന്നുമല്ല.
അപ്പോൾ ഓർക്ക് തങ്ങളൊക്കെ കൂടിയ കൂലി കിട്ടണമെങ്കിൽ ഒരു പറ്റേ ഖിതാലിൻ്റെ മേലെ മുഅ്മിനീങ്ങളെ തങ്ങൾ പ്രേരിപ്പിക്കുക. റഗിബുഹും ഫീഹി കണ്ടാ അതെങ്ങനെ ബിദിക്രി സവാബ് പറഞ്ഞു കൊടുക്കുക. എൻ്റെ പോകാതിരുന്നാലുള്ള വൽ ഇഖാബിനെ പറ്റിയും പറഞ്ഞു കൊടുക്കുക. വമാ അലൈക ഫീ ശഅനിഹിം അപ്പോൾ അവരുടെ കാര്യത്തിൽ തങ്ങളെ മേലൊരു ബാധ്യതയില്ല. ഇല്ല തഹ്രീദു പ്രേരിപ്പിച്ചിട്ട് സവാബും ഇഖാബും പറഞ്ഞിട്ട് പ്രേരിപ്പിക്കാന്നല്ലാതെ കണ്ട് കെട്ടിവലിച്ചില്ല. തഹരീം കെട്ടിവലിച്ച് കൊണ്ടെടുത്തൊന്ന് തങ്ങൾ കൂട്ടി. അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ പിന്നെ അസല്ലാഹു അൻ യകുഫ കഫന തടയുക. അല്ലാഹു തആല അടുത്തിട്ടുണ്ട് തടയാൻ ആരെ ബഅസല്ലദീന കഫറൂ കുഫാറുകളുടെ ബഅസിനെ എന്നുവെച്ചാൽ അൽ ബഅസു ഫിൽ അസ്ലി അൽ മക്റൂഹു അനിഷ്ടകരമായ കാര്യങ്ങൾക്കാണ് ബഅസ് എന്ന് അസ്ലിൽ പറയാം. സുമ്മ മൗദി അൽ ഹർബി വൽ ഖിതാൽ പിന്നെന്താക്കുന്നറിയോ ഹർബ് ഖിതാലിൻ്റെ സ്ഥാനത്ത് പ്രയോഗിക്കാറുണ്ട്. ലോകത്തിന് പറഞ്ഞ അഹിമിൽ ബഅസ റബ്ബന്നാസ് ഇവിടേതാണ് കുഫാറിൻ്റെ ബഅസ് എന്ന കുഫാറുകളെ നിങ്ങളോടുള്ള എതിർപ്പ്. ഖാല അല്ലാഹു തആല ലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീലാ എന്നെവിടെയുള്ളത് സൂറത്ത് അഹ്സാബിലുണ്ടായിരുന്നു. അവർ കുറച്ചാളുകളല്ലാണ്ട് എന്താക്കൂല. ഇത് ഇപ്പിള്ളായത്തിൻ്റെ ബാക്കിയല്ല, ബഅസിന് യുദ്ധം എന്ന അർത്ഥമുണ്ട് എന്ന് കാണിക്കാൻ. വഅസ എന്നുള്ളത് അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് പ്രയോഗിച്ച വാജിബ് നടക്കും തന്നെയാണ്. സാധാരണ ആഗ്രഹ പ്രകടനല്ലേ അസ, അത് അള്ളാൻ്റെ വക്കെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തടുക്കും തന്നെ ഉറച്ച്. കാരണം ലിഅന്നഹു ഫിൽ ലുഗത്തി ലുഗത്തിൽ ഇത്മാ ഭാഷാർത്ഥത്തിൽ ഒരാഗ്രഹ പ്രകടനമാണ്. വൽ കരീമു കരീമായ അള്ളാഹു ഇദാ അത്മഅ അൻജസ അതെന്താക്കും അള്ളാഹു തആല നമ്മൾക്ക് ആശ വെപ്പിച്ചാൽ അത് നടക്കുന്ന കാര്യമെന്ന് ഉറച്ച്. വല്ലാഹു അശദ്ദു ബഅസ അല്ലാഹു തആല ബഅസിനാൽ അശദ്ദാണ് മിൻ ഖുറൈശിൻ ഖുറൈശികളേക്കാൾ തങ്ങളെ എതിർ കക്ഷിയുണ്ടല്ലോ അവരേക്കാൾ. വഅശദ്ദു തൻകീല തഅദീബൻ തൻകീൽ എന്ന് പറഞ്ഞാൽ തഅദീബൻ വഉഖൂബത്തൻ ശിക്ഷ കൊടുക്കലും അദാബ് എടുക്കലും അതും അശദ്ദാണ്. വമഅനാഹു അർത്ഥം അന്ന അദാബല്ലാഹി തആല അശദ്ദു അശദ്ദാണ് മിൻ ജമീഇ മാ യനാലുകും ബിഖിതാലിഹിം അവരുടെ ഖിതാല് കൊണ്ട് നിങ്ങൾക്ക് ഏൽക്കുന്നതിനേക്കാണ്. അതുകൊണ്ട് ലിഅന്ന മക്റൂഹഹും യൻഖതിഉ അവരുടെ വാക്കിൽ നിന്നുണ്ടാകുന്ന മക്റൂഹ് ഉണ്ടല്ലോ അത് മുറിഞ്ഞു പോകുന്നതാണ്. സുമ്മ തസീറൂന ഇലൽ ജന്ന നിങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കുമാണ് അല്ലേ. ഫഹുവ സുബ്ഹാനഹു വതആല യദ്ഫഉഹും അൻകും വയക്ഫീകും അംറഹും ആ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല തടുക്കുകയും അത് വേണ്ടാന്ന് നോക്കുകയും ചെയ്യും. ഇനി പുതിയൊരു വിഷയം